ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തദാ നാരദോ നഗ്നജിത് ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോപദേശം. ഇരിക്കാം. അപ്പോൾ കുറച്ച് കൊടുത്തിരുന്നു. ബാക്കിയുള്ള സിലബസിന്റെ ബാക്കിയുള്ള ഭാഗം ഇപ്പം തരാം. ഞാൻ അപ്പോൾ എടുക്കാം. ഇപ്പം ഷെയർ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിലബസ് എഴുതി ഇപ്പം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന അധ്യായം 4 ദേവതാ സങ്കല്പം എന്നൊക്കെ എഴുതിയിരിക്കുന്ന എല്ലാവർക്കും വായിക്കാമോ? അതോ സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന എല്ലാവർക്കും വായിക്കാമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുക. കാണാൻ പറ്റുന്നില്ല. പേര് ആർക്കാണ് കാണാത്തത്? രാംദാസ് മുണുത്താൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ ഇറങ്ങിയിട്ട് കയറി ചെയ്യണം. അപ്പൊ അവിടുത്തെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും. ബാക്കി രണ്ടുപേർ കാണുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് ഇറങ്ങി കയറാം. ഒന്ന് ഇറങ്ങി കയറുക. അപ്പൊ ഇവിടെ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് എഴുതിയതാണ്. ദേവതാ സങ്കല്പം ചാപ്റ്റർ 4. അപ്പോൾ 4 ദേവതാ സങ്കല്പത്തില് വാസ്തുപുരുഷൻ, 45 ദേവനാമങ്ങൾ, നിത്യവാസ്തു, ചരവാസ്തു, സ്ഥിരവാസ്തു, അഷ്ടദിക്പാലകർ, പഞ്ചഭൂതങ്ങൾ. ഇത്രയാണ് അധ്യായം 4. ഇതുവരെ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി. അടുത്ത ഇതുപോലെ നമുക്ക് എഴുതാം. അപ്പൊ കണ്ടിന്യൂ ചെയ്തോളൂ. അധ്യായം 5 ചാപ്റ്റർ 5 അധ്യായം 5 സ്ഥാനനിർണയം. അത് ഹെഡിങ് ആണ്. സ്ഥാനനിർണയം. അതിന് താഴോട്ട് എഴുതിക്കോളൂ. വീധി കൽപ്പന. സ്ക്രീനിൽ നോക്കി സംശയം ഉണ്ടെങ്കിൽ വീതിയുടെ ധായൊക്കെ സംശയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നോക്കി എഴുതുക. വീധി കൽപ്പന. മഹാക്ഷേത്രം. ഖണ്ഡനിർണയം. മധ്യമക്ഷേത്രം. അല്പക്ഷേത്രം. പദവിന്യാസം. മർമ്മദോഷം. ഇത്രയും ചാപ്റ്റർ 5 അധ്യായം 5. എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. അപ്പോൾ അടുത്ത കണ്ടിന്യൂ ചെയ്യാം. അധ്യായം 6 ചാപ്റ്റർ 6 മാനനിർണയം. അളവുകളുമായി ബന്ധപ്പെട്ട ഇതാണ് മാനനിർണയം. അത് ഹെഡിങ് ആണ്. മാനനിർണയം. താഴോട്ട് എഴുതാം. കോലുകൾ വിവിധ സ്ഥലങ്ങളിൽ മനുഷ്യ ശരീരത്തെ അടിസ്ഥാനമാക്കിയുള്ള അളവുകൾ. എഴുതിയിരിക്കുന്നു. കോലിന്റെ അടിസ്ഥാനം. ഓക്കെ. അടുത്ത അധ്യായം 7 ചാപ്റ്റർ 7. അതിന്റെ ഹെഡിങ് യോനി കൽപ്പന. ചുറ്റളവ്. യോനി കൽപ്പന. ചുറ്റളവിൻ്റെ അടിയിൽ അത് തന്നെ യോനി കൽപ്പന. ഹെഡിങ്ങും യോനി കൽപ്പന തന്നെ. താഴോട്ട് ചുറ്റളവ്, യോനി കൽപ്പന. ആയം, വ്യയം,
യോനി. ആ വേദന താവട്ടം എഴുതിയാലും മതി. യോനി. നക്ഷത്രം, വാരം, തിഥി, ആയുസ്, പക്ഷാന്തര വ്യയം. ഇത്രയും യോനി കൽപ്പനയുടെ താഴെയുള്ളതാണ്. എഴുതിയെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഞാൻ മാറ്റുമ്പോഴത്തേക്ക് എഴുതിയിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. അടുത്ത അധ്യായം 8, അനുബന്ധം. എഴുതിക്കോളൂ. പദയോനി കണക്കുകൾ, പദയോനി കണക്കുകൾ. കൈക്കണക്ക് പട്ടിക, കൈക്കണക്ക് പട്ടിക. മരണ ചുറ്റളവുകൾ, മരണ ചുറ്റളവുകൾ. മുറികളുടെ അളവുകൾ പദയോനി കണക്കിൽ, മുറികളുടെ അളവുകൾ പദയോനി കണക്കിൽ. കിഴക്ക് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ, കിഴക്ക് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ. പടിഞ്ഞാറ് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ, പടിഞ്ഞാറ് ദർശനമായ പൂജാമുറിയുടെ അളവുകൾ. അപ്പം ആ ചാപ്റ്റർ കഴിഞ്ഞു. എഴുതി കഴിഞ്ഞ് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അടുത്തായിട്ട് പോവാണ്. പുസ്തകം 2. ഇപ്പം ഈ കഴിഞ്ഞ ഇത്രയും വോളിയം 1 ആണ്, ഒന്നാമത്തെ പുസ്തകത്തിലുള്ളതാണ്. അടുത്ത രണ്ടാമത്തെ പുസ്തകത്തിലുള്ളതാണ്, പുസ്തകം വോളിയം 2. 3 പുസ്തകമാണുള്ളത്. ആദ്യം ഇത്രയും നേരത്തെ കഴിഞ്ഞ ഇത്രയും ഫസ്റ്റ് ബുക്കിൽ, അത് സെക്കൻഡ് ബുക്ക്. അധ്യായം 9, ശാലാ സംവിധാനം, ശാലാ സംവിധാനം. ഏകശാലകൾ, ദ്വിശാലകൾ, ത്രിശാലകൾ, ചതുശാല. ചതുശാല എന്ന് പറഞ്ഞാൽ 4 കെട്ടാണ്. ഏകശാലകൾ, ദ്വിശാലകൾ, ത്രിശാലകൾ, ചതുശാല. അധ്യായം 9 എഴുതി വിചാരിക്കുന്നു. അടുത്ത അധ്യായം 10ലേക്ക് പോവാം. അധ്യായം 10, ശുഭ അശുഭ സ്ഥാനങ്ങൾ, ശുഭ അശുഭ സ്ഥാനങ്ങൾ. ഓരോ കാര്യങ്ങളുടെയും ഇപ്പോൾ ടോയ്ലറ്റ് അങ്ങനെയുള്ളതിനൊക്കെ എവിടെയൊക്കെയാണ് ശുഭം, എവിടെയൊക്കെയാണ് അശുഭം, അല്ലെങ്കിൽ ഉത്തമം, മധ്യമം, അധമമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ള അതിനെപ്പറ്റിയുള്ള ചാപ്റ്ററാണ് ശുഭ അശുഭ സ്ഥാനങ്ങൾ. വാസ്തുമണ്ഡലത്തിൽ താഴെ എഴുതിക്കൊള്ളു. ശുഭ അശുഭ സ്ഥാനങ്ങൾ എന്നുള്ള ഹെഡിങ് ആണ്. താഴെ വാസ്തുമണ്ഡലത്തിൽ, വാസ്തുമണ്ഡലത്തിൽ വിവിധ കാര്യങ്ങൾക്ക്, വാസ്തുമണ്ഡലത്തിൽ വിവിധ കാര്യങ്ങൾക്ക് യോജിച്ച സ്ഥലങ്ങൾ, വാസ്തുമണ്ഡലത്തിൽ വിവിധ കാര്യങ്ങൾക്ക് യോജിച്ച സ്ഥലങ്ങൾ. ഇത് വിചാരിക്കുന്നു. പൂജാമുറി, അതിന് യോജിച്ച സ്ഥാനം ഓരോന്നായിട്ട് പറയാണ്. പൂജാമുറി, കിടപ്പുമുറി, കിടപ്പുമുറി, ഊണുമുറി, ഡൈനിങ് റൂം. പൂജാമുറി, കിടപ്പുമുറി, ബെഡ്റൂം, ഊണുമുറി, ഡൈനിങ് റൂം. ഉരൽപ്പുര, ഇപ്പം അങ്ങനെ ഉരൽപ്പുര പ്രത്യേകം ഇല്ല, പക്ഷേ എഴുതിക്കോളൂ. ഇതും കൂടെ എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഉരൽപ്പുര. പണ്ട് എല്ലാ വീടുകളിലും പ്രത്യേക ഉരൽപ്പുര ഉണ്ടായിരുന്നു, അവിടെ നെല്ല് കുത്തുന്നതൊക്കെ. ഇപ്പം അങ്ങനെ പ്രത്യേകിച്ചില്ല, എന്നാലും നമുക്ക് അതുകൊണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉരൽപ്പുര എഴുതുക. പൂരുഷാലയം, പൂരുഷാലയം പറഞ്ഞാൽ ടോയ്ലറ്റാണ്. പൂരുഷാലയം, ടോയ്ലറ്റ്. ഗോവണി, ഗോവണിയുടെ ഇംഗ്ലീഷ് വേണമെങ്കിൽ സ്റ്റെയർ കേസ്.
ഗോവണി, ഇംഗ്ലീഷിൽ സ്റ്റെയർ കേസ്. ഓക്കെ. അടുത്തത് ഗോശാല, എഴുത്തില് ഗോശാല. കുളം, കുളം. പടിപ്പുര, പടിപ്പുര എന്ന് പറഞ്ഞാൽ ഗേറ്റാണ്, ഗേറ്റിനാണ് പടിപ്പുര. സംശയമുള്ളൊരു പടിപ്പുര ബ്രാക്കറ്റിൽ ഗേറ്റ് എന്നിട്ടുള്ളൂ. കിണർ, കിണർ. തുളസിത്തറ, തുളസിത്തറ. സെപ്റ്റിക് ടാങ്ക്, പട്ടിക്കൂട്. ഇതിനൊക്കെയുള്ള യോജിച്ച സ്ഥലങ്ങൾ ഇതെന്ന് വിചാരിക്കുന്നു. അടുത്തിലോട്ട് പോവാണ്. അധ്യായം 11, ദീർഘവിസ്താരങ്ങൾ. അധ്യായം 11, ദീർഘവിസ്താരങ്ങൾ. ഗുണാംശ വിസ്താരം, ഗുണാംശ വിസ്താരം. പദയോനി, ഗുണാംശ വിസ്താരം, പദയോനി. ഗമനം, ഗമനം. വീടിൻ്റെ പരമാവധി നീളവും വീതിയും, വീടിൻ്റെ പരമാവധി നീളവും വീതിയും. ഉത്തമ ഗൃഹത്തിൻ്റെ അളവുകൾ, ഉത്തമ ഗൃഹത്തിൻ്റെ അളവുകൾ. ഗൃഹസ്ഥാനം, ഗൃഹസ്ഥാനം. പാദമാനം, പാദമാനം. അധിഷ്ഠാനം, അധിഷ്ഠാനം ഞാൻ ബേസ്മെന്റ് ആണ്. അധിഷ്ഠാനം, ബേസ്മെന്റ്. എഴുതുന്നതായിരിക്കുന്നു. കാലുയരം, കാലുയരം എന്ന് പറഞ്ഞാൽ ഭിത്തിപ്പൊക്കമാണ്. വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ കാലുയരം എന്ന് പറയുന്നത് ഭിത്തിപ്പൊക്കം. അസ്ഥിവാരം, ഫൗണ്ടേഷൻ, അസ്ഥിവാരം, ഫൗണ്ടേഷൻ. വാതിലുകൾ, ജനലുകൾ, വാതിലുകൾ, ജനലുകൾ. അധ്യായം 12, പൊതുനിയമങ്ങൾ, പൊതുനിയമങ്ങൾ. ജനറൽ റൂൾസ്, കുറേ ജനറൽ റൂൾസ് ഉണ്ട്. അടുത്തത് ഫെങ്ഷുയി ആണ്. ഫെങ്ഷുയിയും സംയോജിത വാസ്തുശാസ്ത്രവും. ഫെങ്ഷുയിയും സംയോജിത വാസ്തുശാസ്ത്രം. ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് വാസ്തു. സംയോജിത വാസ്തുശാസ്ത്രത്തിൻ്റെ ഇംഗ്ലീഷ് ഇൻ്റഗ്രേറ്റഡ് വാസ്തു. അധ്യായം 1, ആമുഖം, ഇൻട്രഡക്ഷൻ. ആമുഖം, അത് ഇൻട്രഡക്ഷൻ. ഇൻ കോമ യാങ്, ഇൻ കോമ യാങ്. ഇൻ കോമ യാങ് സിമ്പിൾ, ഇൻ കോമ യാങ് സിമ്പിൾ. ഇതെന്ന് വിചാരിക്കുന്നു. അടുത്തോട്ട് പോവാണ്. അധ്യായം 2, പഞ്ചശക്തി ചാർട്ടും ചക്രങ്ങളും ആണ് ഹെഡിങ്. പഞ്ചശക്തി ചാർട്ടും ചക്രങ്ങളും. സഹായിക, സഹായിക ശക്തിചക്രം, സഹായിക ശക്തിചക്രം.
ക്ഷീണിപ്പിക്കുന്ന ശക്തിചക്രം. ക്ഷീണിപ്പിക്കുന്ന ശക്തിചക്രം. വിരുദ്ധ ശക്തിചക്രം. വിരുദ്ധ ശക്തിചക്രം. ഇതിന് ഇംഗ്ലീഷ് വേണമെങ്കിൽ സഹായിക ശക്തിചക്രത്തിന് വേണമെങ്കിൽ ബ്രാക്കറ്റ് എഴുതിക്കോളൂ, ഹെൽപ്പിംഗ് സൈക്കിൾ. ഹെൽപ്പിംഗ് സൈക്കിൾ, HELPING, ഹെൽപ്പിംഗ് സൈക്കിൾ, CYCLE, സൈക്കിൾ, ഹെൽപ്പിംഗ് സൈക്കിൾ. ക്ഷീണിപ്പിക്കുന്ന ശക്തിചക്രത്തിന് വീക്കനിങ് സൈക്കിൾ. WEAKING, വീക്കനിങ് സൈക്കിൾ. വിരുദ്ധ ശക്തിചക്രത്തിന് ഡിസ്ട്രക്റ്റീവ് സൈക്കിൾ, ബ്രാക്കറ്റിൽ ഡിസ്ട്രക്റ്റീവ്, DESTRUCTIVE, ഡിസ്ട്രക്റ്റീവ് സൈക്കിൾ. ഹെൽപ്പിംഗ് സൈക്കിൾ, വീക്കനിങ് സൈക്കിൾ, ഡിസ്ട്രക്റ്റീവ് സൈക്കിൾ. ഓക്കെ, അടുത്തത് അധ്യായം 3. ബാഗുവ. ബാഗുവ. എട്ട് ജീവിത ലക്ഷ്യങ്ങൾ. സ്ഥിര ദിശാനുബന്ധി. സ്ഥിര ദിശാനുബന്ധി. പ്രവേശന ദിശാനുബന്ധി. സ്ഥിര ദിശാനുബന്ധി, പ്രവേശന ദിശാനുബന്ധി. ഇംഗ്ലീഷ് വേണമെങ്കിൽ സ്ഥിര ദിശാനുബന്ധിക്ക് ഫിക്സ്ഡ് ഡയറക്ഷൻ മെത്തേഡ്. സ്ഥിര ദിശാനുബന്ധിക്ക് ഫിക്സ്ഡ്, FIXED, ഫിക്സ്ഡ് ഡയറക്ഷൻ, DIRECTION, ഫിക്സ്ഡ് ഡയറക്ഷൻ മെത്തേഡ്, സ്ഥിര ദിശാനുബന്ധി. പ്രവേശന ദിശാനുബന്ധിക്ക് എൻട്രൻസ് ഡയറക്ഷൻ മെത്തേഡ്. എൻട്രൻസ്, ENTRANCE, എൻട്രൻസ്, എൻട്രൻസ് ഡയറക്ഷൻ മെത്തേഡ്. പ്രവേശന ദിശാനുബന്ധി, എൻട്രൻസ് ഡയറക്ഷൻ മെത്തേഡ്. ഇംഗ്ലീഷ് വേണമെന്നില്ല, ആ സമയത്ത് വേണേൽ എടുക്കാം. എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. പുസ്തകം 3. അപ്പോൾ ഇതുവരെ രണ്ടാമത്തെ ബുക്ക്, 3 ബുക്കുള്ള 2 ബുക്കിൻ്റെ ഇതുവരെ 2 ബുക്കാണ്. ഇനി മൂന്നാമത്തെ ബുക്ക്, ബുക്ക് 3, പുസ്തകം 3, അധ്യായം 4, ഫെങ്ഷുയിലെ 4ാമത്തെ അധ്യായം. ക്വാ നമ്പർ. ക്വാ നമ്പർ അണ്ടർലൈൻ. ക്വാ നമ്പർ കാണുന്ന വിധം. ക്വാ നമ്പർ കാണുന്ന വിധം. പഞ്ചശക്തികളിൽ ഓരോ വിഭാഗത്തിലും പെടുന്ന ആളുകളുടെ സാമാന്യ ലക്ഷണങ്ങൾ. പഞ്ചശക്തികളിൽ ഓരോ വിഭാഗത്തിലും പെടുന്ന ആളുകളുടെ സാമാന്യ ലക്ഷണങ്ങൾ. ഇതെന്ന് വിചാരിക്കുന്നു. ഗുണകരവും ദോഷകരവും ആയ ദിശകൾ. ഗുണകരവും ദോഷകരവും ആയ ദിശകൾ. അധിക ഊർജഭാഗങ്ങളും ന്യൂന ഊർജഭാഗങ്ങളും. അധിക ഊർജഭാഗങ്ങളും ന്യൂന ഊർജഭാഗങ്ങളും. ഇംഗ്ലീഷ് വേണമെങ്കിൽ പോസിറ്റീവ് എനർജി പാർട്സ്. അധിക ഊർജഭാഗങ്ങൾക്ക് പോസിറ്റീവ് എനർജി പാർട്സ്, മറ്റേത് നെഗറ്റീവ് എനർജി പാർട്സ്. ഇംഗ്ലീഷിൽ പോസിറ്റീവ് എനർജി പാർട്സ് ആൻഡ് നെഗറ്റീവ് എനർജി പാർട്സ്. പോസിറ്റീവ് എനർജി പാർട്സ് ആൻഡ് നെഗറ്റീവ് എനർജി പാർട്സ്. ലോ ഷു സമചതുരം. ലോ ഷു സമചതുരം. അധിക ഊർജഭാഗങ്ങളും ന്യൂന ഊർജഭാഗങ്ങളും കഴിഞ്ഞിട്ട് ലോ ഷു സമചതുരം. ഇതെന്ന് വിചാരിക്കുന്നു. അടുത്ത പോവാണ്. ഓക്കെ, അധ്യായം 5. സംയോജിത വാസ്തുശാസ്ത്രത്തിലെ സപ്തശക്തികൾ. സംയോജിത വാസ്തുശാസ്ത്രത്തിലെ സപ്തശക്തികൾ. 7 ഫോഴ്സസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് വാസ്തു. 7, ഇംഗ്ലീഷ് വേണമെങ്കിൽ 7 ഫോഴ്സസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് വാസ്തു. ഭൗമിക ശക്തി,
കെട്ടിടത്തിൻ്റെ ശക്തി ബിൽഡിംഗ് ഫോഴ്സ്. ഭൗമിക ശക്തി പറഞ്ഞാൽ എർത്ത് ഫോഴ്സ്. കെട്ടിടത്തിൻ്റെ ശക്തി പറഞ്ഞാൽ ബിൽഡിംഗ് ഫോഴ്സ്. സാധനങ്ങളുടെ ശക്തി പറഞ്ഞാൽ മെറ്റീരിയൽ ഫോഴ്സ്. എർത്ത് ഫോഴ്സ്, ബിൽഡിംഗ് ഫോഴ്സ്, മെറ്റീരിയൽ ഫോഴ്സ്, സാധനങ്ങളുടെ ശക്തി. ക്രമീകരണ ശക്തി ഇംഗ്ലീഷിൽ അറേഞ്ച്മെന്റ് ഫോഴ്സ്. അറേഞ്ച്മെന്റ്, ക്രമീകരണ ശക്തി. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ക്രമീകരണ ശക്തി അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഫോഴ്സ്. അറേഞ്ച്മെന്റ് ഫോഴ്സ് ഓരോ മുറികൾക്ക് പ്രത്യേകം ഉണ്ട്. അതിനാണ് ഡ്രോയിങ് മുറി, കിടക്കമുറി, പൂജാമുറി. അത് കുറച്ചുകൂടി മാറ്റി എഴുതുകയാണ്. ക്രമീകരണ ശക്തിയുടെ ഭാഗങ്ങളാണ്. ഡ്രോയിങ് മുറി, കിടക്കമുറി, പൂജാമുറി, അടുക്കള, ഊണുമുറി, പഠനമുറി, ടോയ്ലറ്റ്, ഓഫീസ് മുറി, ഇതിൻ്റെയൊക്കെ ക്രമീകരണ ശക്തി ഇതെന്നായിരിക്കുന്നു. അടുത്തോട്ട് പോവുകയാണ്. ഗ്രഹങ്ങളുടെ ശക്തി, നേരത്തെ അടുത്ത ഗ്രഹങ്ങളുടെ ശക്തി, സപ്തശക്തികളിൽ അടുത്തത് ഗ്രഹങ്ങളുടെ ശക്തി. അത് അടുത്തേറ്റത്. അതായത് ഓഫീസ് മുറി കഴിഞ്ഞാണ് ഗ്രഹങ്ങളുടെ ശക്തി. അല്ല, ഞാൻ പറയാം. ഇവിടെ ഓഫീസ് മുറി കഴിഞ്ഞിട്ട് ഗ്രഹങ്ങളുടെ ശക്തി എന്ന് പറഞ്ഞാൽ ക്രമീകരണ ശക്തിയുടെ അടി വരണം. ഇത് ക്രമീകരണ ശക്തിയുടെ 8 ഭാഗങ്ങളാണ്. ഇത് 4, 4, 4, 8. അതൊക്കെ ഒരു ഇത് വേണം. അത് കഴിഞ്ഞ് ഈ കുറച്ചിങ്ങോട്ട് മാറി ക്രമീകരണ ശക്തി എന്നുള്ളതിൻ്റെ ആ ലെവലിൽ വരണം അടുത്ത വരുന്നത്. കാരണം അത് ഈ ക്രമീകരണ ശക്തി കഴിഞ്ഞു ഇതോടുകൂടി. അപ്പോൾ അടുത്തത് പിന്നെ ഗ്രഹങ്ങളുടെ ശക്തി എന്നുള്ളത് നമ്മൾ ഈ ലെവലിൽ നിന്ന് വരണം. ഈ ക്രമീകരണ ശക്തി ഈ ലെവലിൽ നിന്ന് വേണം. ഗ്രഹങ്ങളുടെ ശക്തി അത് മെയിനാണ്. ഗ്രഹങ്ങൾ അത് മനുഷ്യശക്തി മെയിനാണ്. അതിൻ്റെ സംഭവമാണ് ഈ താഴോട്ട് വരുന്നതൊക്കെ. ഗ്രഹങ്ങളുടെ ശക്തി കഴിഞ്ഞ് മനുഷ്യശക്തി അത് ആ ലെവലിലാണ്. കണ്ടില്ല അതിൻ്റെ തുടങ്ങുന്നത്. മറ്റേ ഇങ്ങോട്ട് മാറി വരുന്നതൊക്കെ അതിൻ്റെ സംഭവമാണ്. മനുഷ്യശക്തിയുടെ വിവിധ ഭാഗങ്ങളാണ്. എഴുതിക്കോളൂ. മനുഷ്യശക്തി താഴെ ശാരീരിക ശക്തി, ശാരീരിക ശക്തി, മാനസിക ശക്തി, മാനസിക ശക്തി, വൈകാരിക ശക്തി. ഇംഗ്ലീഷ് വേണമെങ്കിൽ ശാരീരിക ശക്തിക്ക് ഫിസിക്കൽ ഫോഴ്സ്, ഫിസിക്കൽ ഫോഴ്സ്. മാനസിക ശക്തിക്ക് മെൻ്റൽ ഫോഴ്സ്, മെൻ്റൽ ഫോഴ്സ്. വൈകാരിക ശക്തിക്ക് ഇമോഷണൽ ഫോഴ്സ്, വൈകാരിക ശക്തി ഇമോഷണൽ ഫോഴ്സ്. EMOTIONAL, ഇമോഷണൽ ഫോഴ്സ്. ആത്മീയ ശക്തി സ്പിരിച്വൽ ഫോഴ്സ്. ഗ്രഹങ്ങളുടെ ശക്തി മനുഷ്യശക്തി ഇങ്ങനെ മാറിയിട്ട് ശാരീരിക ശക്തി ഫിസിക്കൽ ഫോഴ്സ്, മാനസിക ശക്തി മെൻ്റൽ ഫോഴ്സ്, വൈകാരിക ശക്തി ഇമോഷണൽ ഫോഴ്സ്, ആത്മീയ ശക്തി സ്പിരിച്വൽ ഫോഴ്സ്. ആത്മീയ ശക്തി സ്പിരിച്വൽ ഫോഴ്സ്. ഗ്രഹശക്തി പ്ലാനറ്ററി ഫോഴ്സ്. ഗ്രഹങ്ങൾ പറഞ്ഞാൽ പ്ലാനറ്റ് അറിയാം. പ്ലാനറ്ററി ഫോഴ്സ്. ഗ്രഹശക്തി ബ്രാക്കറ്റിൽ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പ്ലാനറ്ററി ഫോഴ്സ്. PLANETARY, പ്ലാനറ്ററി ഫോഴ്സ്. ഭൗമിക ശാരീരിക ശക്തി, ഭൗമിക ശാരീരിക ശക്തി. ഇംഗ്ലീഷ് വേണമെങ്കിൽ ജിയോ ഫിസിക്കൽ ഫോഴ്സ്. GEO, ജിയോ. ഫിസിക്കൽ PHYSICAL, ഫിസിക്കൽ ഫോഴ്സ്. ജിയോ ഫിസിക്കൽ ഫോഴ്സ്, ഭൗമിക ശാരീരിക ശക്തി. കർമ്മശക്തി കാർമിക് ഫോഴ്സ്. കർമ്മശക്തി ഇംഗ്ലീഷ് കാർമിക് ഫോഴ്സ്. ഇത് 7 മനുഷ്യശക്തിയിൽ 7 ഭാഗങ്ങളാണ്. ശാരീരിക ശക്തി, മാനസിക ശക്തി, വൈകാരിക ശക്തി, ആത്മീയ ശക്തി, ഗ്രഹശക്തി, ഭൗമിക ശാരീരിക ശക്തി, കർമ്മശക്തി. അത് മനുഷ്യശക്തിയുടെ ഭാഗം. അതിൻ്റെ 7 ഭാഗങ്ങളാണ്. എഴുതി വിചാരിക്കുന്നു. അടുത്ത ബാഹ്യ ശക്തികൾ, എക്സ്റ്റേണൽ ഫോഴ്സസ്. ഇംഗ്ലീഷ് വേണമെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സസ്. ബാഹ്യ ശക്തികൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സസ്. ദൃഷ്ടിദോഷം, ബ്ലാക്ക് മാജിക്. ദൃഷ്ടിദോഷം എന്നുള്ളത് ഈവിൾ ഐ, ഈവിൾ ഐ. മറ്റേ ബ്ലാക്ക് മാജിക്, ഇംഗ്ലീഷിൽ ബ്ലാക്ക് മാജിക് തന്നെ. ബാഹ്യ ആക്രമണ ശക്തികൾ,
എക്സ്റ്റേണൽ അറ്റാക്കിംഗ് ഫോഴ്സസ്, ബാഹ്യ ആക്രമണ ശക്തികൾ. എക്സ്റ്റേണൽ അറ്റാക്കിംഗ് ഫോഴ്സസ്. അധ്യായം 6 സമൃദ്ധിക്കുള്ള 5 മാർഗങ്ങൾ. സമൃദ്ധിക്കുള്ള 5 മാർഗങ്ങൾ. അധ്യായം 7 വാസ്തുദോഷ പരിഹാരങ്ങൾ. വാസ്തുദോഷം മാത്രം പഠിച്ചാൽ പോലെ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് പഠിക്കണം. പരിഹാരങ്ങൾ പ്രത്യേകമാണ്. വാസ്തുദോഷ പരിഹാരങ്ങൾ, നമ്മൾ പഠിച്ച ദോഷങ്ങളുടെയൊക്കെ പരിഹാരങ്ങൾ. നിർമ്മിതിയിലൂടെ താഴോട്ട് വാസ്തുദോഷ പരിഹാരങ്ങൾ എന്നുള്ള ഹെഡിങ് ആണ്. താഴോട്ട് നിർമ്മിതിയിലൂടെ, പിരമിഡ് ഉപയോഗിച്ചുള്ള പരിഹാരങ്ങൾ. നിർമ്മിതിയിലൂടെ, അത് കഴിഞ്ഞ് പിരമിഡ് ഉപയോഗിച്ചുള്ള പരിഹാരങ്ങൾ. അത് കഴിഞ്ഞ് രത്നപരിഹാരങ്ങൾ. രത്നപരിഹാരങ്ങൾ. അനുകൂല ഊർജ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഉള്ള പരിഹാരങ്ങൾ. അനുകൂല ഊർജ ഉപകരണം, ഇംഗ്ലീഷ് വേണമെങ്കിൽ പോസിറ്റീവ് എനർജി ടൂൾസ്. അനുകൂല ഊർജ ഉപകരണങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി ടൂൾസ് ഉപയോഗിച്ച്. എഴുതെന്ന് വിചാരിക്കുന്നു. ഇതോട്ട് പോവാണ്. വിവിധ ദോഷപരിഹാരങ്ങൾ. വിവിധ ദോഷപരിഹാരങ്ങൾ. ഭൗമിക ശക്തി പരിഹാരം. വിവിധ ദോഷപരിഹാരം എന്നുള്ള ഹെഡിങ് ആണ്. കുറച്ച് ഇങ്ങോട്ട് മാറ്റിയാണ് മറ്റേത്. ഭൗമിക ശക്തി പരിഹാരം. ഓരോതരം പരിഹാരങ്ങളാണ് കാണിക്കുന്നത്. ദിശാദോഷം. ദിശാദോഷം. ഗൃഹ മധ്യസൂത്ര വേദദോഷം. ഗൃഹ മധ്യസൂത്ര വേദദോഷം. അത് ആ ദോഷവും അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളൂ. ചുറ്റുദോഷം. ചുറ്റുദോഷം. അതിൻ്റെ വേറൊരു സബ് ഹെഡിങ് ആണ്. ചുറ്റുദോഷത്തിന് ഒരു സബ് ഹെഡിങ് ഉണ്ട്. ചുറ്റുദോഷ പരിഹാരങ്ങൾ. ചുറ്റുദോഷ പരിഹാരങ്ങൾ നിർമ്മിതിയിലൂടെ. ചുറ്റുദോഷ പരിഹാരങ്ങൾ നിർമ്മിതിയിലൂടെ. അടുത്തത് സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡുകൾ ഉപയോഗിച്ച്. അത് ചുറ്റുദോഷ പരിഹാരങ്ങൾ തന്നെ. സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡുകൾ ഉപയോഗിച്ച്. ഇതെന്ന് വിചാരിക്കുന്നു. മൊത്തം വീടിൻ്റെ ചുറ്റ്. മൊത്തം വീടിൻ്റെ ചുറ്റ്. അടുത്തത് മുറികളുടെ ഉൾച്ചുറ്റ്. മുറികളുടെ ഉൾച്ചുറ്റ്. മുറികളുടെ ഉൾച്ചുറ്റ്. അടുത്തത് സ്ഥാനദോഷം. ആ ദോഷങ്ങളുടെ ഇതിലാണ് സ്ഥാനദോഷം. കിണർ. ആ സ്ഥാനദോഷം ഹെഡിങ്ങിൻ്റെ ഓരോ കിണറിൻ്റെ സ്ഥാനദോഷം ഓരോന്നിൻ്റെ സ്ഥാനദോഷമാണ്. കിണർ, സെപ്റ്റിക് ടാങ്ക്, അതിൻ്റെയൊക്കെ സ്ഥാനദോഷം, അതും അതിൻ്റെ പരിഹാരവും. പൂജാമുറി, അടുക്കള, ടോയ്ലറ്റ്, സ്റ്റെയർകേസ്, മെയിൻ ഗേറ്റ്, കാർ പോർച്ച്, overhead water tank, ഇതെന്ന് വിചാരിക്കുന്നു. അടുത്തോട്ട് പോവാണ്. ഓക്കെ. മറ്റ് വാസ്തുദോഷ പരിഹാരങ്ങൾ.
അപൂർണമായ മൂലകൾ, അപൂർണമായ മൂലകൾ അപൂർണമായ വശങ്ങൾ, അപൂർണമായ വശങ്ങൾ തള്ളി നിൽക്കുന്ന മൂലകൾ, പ്രൊജക്റ്റിംഗ് കോർണേഴ്സ്. മറ്റേത് മിസ്സിംഗ് കോർണറാണ് അപൂർണമായ മൂല, മിസ്സിംഗ് കോർണർ. അപൂർണമായ വശം മിസ്സിംഗ് സൈഡ്, മിസ്സിംഗ് സൈഡ്. തള്ളി നിൽക്കുന്ന മൂല പറഞ്ഞാൽ പ്രൊജക്റ്റിംഗ് കോർണർ, പ്രൊജക്റ്റിംഗ് കോർണർ, തള്ളി നിൽക്കുന്ന മൂല. തള്ളി നിൽക്കുന്ന വശം പ്രൊജക്റ്റിംഗ് സൈഡ്, പ്രൊജക്റ്റിംഗ് സൈഡ്. പുരയിടത്തിൽ വീടിന്റെ സ്ഥാനം, പുരയിടത്തിൽ വീടിന്റെ സ്ഥാനം. വീടിന്റെ ഉയരം അഗ്നിഭൂതത്തിൽ, വീടിന്റെ ഉയരം അഗ്നിഭൂതത്തിൽ. സ്റ്റെയർകേസിന്റെ ദിശയും പടികളുടെ എണ്ണവും, സ്റ്റെയർകേസിന്റെ ദിശയും പടികളുടെ എണ്ണവും. ഇത് നിയന്ത്രിക്കുന്നു. വീതിശൂല, വീതിശൂല. ഹീനപ്രവേശനവും ഉത്സംഗ പ്രവേശനവും, ഹീന പ്രവേശനവും ഉത്സംഗ പ്രവേശനവും. ഇത് നിയന്ത്രിക്കുന്നു. അടുത്തോട്ട് പോവുകയാണ്. ഇതില്ലെങ്കിൽ അൻപിട്ട് പറയണം. നേർക്ക് നേരെയുള്ള കതകുകൾ, നേർക്ക് നേരെയുള്ള കതകുകൾ. ലെവൽ കറക്ഷൻ, ലെവൽ കറക്ഷൻ. ബീം കറക്ഷൻ, ബീം കറക്ഷൻ. ഒരു പുരയിടത്തിൽ രണ്ട് വീടുകൾ, ഒരു പുരയിടത്തിൽ രണ്ട് വീടുകൾ. കട്ടിലിന് അഭിമുഖമായി കണ്ണാടികൾ, കട്ടിലിന് അഭിമുഖമായി കണ്ണാടികൾ. കിഴക്ക് ദിശയ്ക്കും വടക്ക് ദിശയ്ക്കും അഭിമുഖമായുള്ള കണ്ണാടികൾ, കിഴക്ക് ദിശയ്ക്കും വടക്ക് ദിശയ്ക്കും അഭിമുഖമായുള്ള കണ്ണാടികൾ. ഇത് തന്നെയായിരിക്കുന്നു. അടുത്തത് സാറേ, ഈ കട്ടിലിന് അഭിമുഖമായി കണ്ണാടി വരരുതെന്നാണോ? അത് നമുക്ക് വരും പറയാം. കട്ടിലിന് അഭിമുഖമായുള്ള കണ്ണാടി, കണ്ണാടിയിൽ കട്ടിൽ റിഫ്ലക്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അതിൻ്റെ ഇതൊക്കെ ആ പോർഷൻ വരുമ്പോൾ എടുക്കാം. ബ്രഹ്മസ്ഥാനത്തുള്ള ഗോവണി, ബ്രഹ്മസ്ഥാനത്തുള്ള ഗോവണി. ബ്രഹ്മസ്ഥാനത്തുള്ള ഗോവണി. ഭിത്തി കോമ മുട്ടതിര് വേദങ്ങൾ, ഭിത്തി കോമ മുട്ടതിര് വേദങ്ങൾ. മോന്തായ വേദം, മോന്തായ വേദം. ക്ഷേത്രത്തിന് സമീപമുള്ള വീട്, ക്ഷേത്രത്തിന് സമീപമുള്ള വീട്. ഇത് തന്നെയായിരിക്കുന്നു. ക്ഷേത്രത്തിന് സമീപമുള്ള വീട്. അടുത്തത് മർമ്മദോഷം, പിശാചവീഥി തടസ്സപ്പെടുക, പിശാചവീഥി തടസ്സപ്പെടുക. അടുത്ത അധ്യായം 8, അധ്യായം 7 ഈ ദോഷപരിഹാരങ്ങളൊക്കെ വരുന്നത്. അധ്യായം 8
അനുകൂല ഊർജ ഉപകരണങ്ങൾ, പോസിറ്റീവ് എനർജി ടൂൾസ്. ഒരു 10 ഞാൻ എൻ്റെ പേരിപ്പം വെറുതെ ഈ സമയങ്ങളിലേണ്ട, കാരണം അത് ഓരോന്നായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ പേര് പറയാം. ഒരു 10-20 ഉള്ള എനർജി, പോസിറ്റീവ് എനർജി ടൂൾസ്, ഒരു 10-25 തരം ടൂൾസിനെ പറ്റി നമ്മൾ ക്ലാസ്സിൽ പഠിക്കും. അത് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അപ്പോഴും പറയാം. അതോടെ നമുക്ക് ഇത് കഴിഞ്ഞു. സെക്കൻഡ്. അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൂടി നമ്മൾ സിലബസ് കഴിഞ്ഞു. അപ്പം ക്ലാസ്സിലോട്ട് പോവാണ്. ഒരു സെക്കൻഡ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് സിലബസുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാലും ക്ലാസ്സിൻ്റെ അവസാനം അന്ന് പഠിപ്പിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ ജനറലായിട്ടുള്ള കാര്യങ്ങളും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. എല്ലാ ക്ലാസ്സിൻ്റെ അവസാനം നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, ഒരു സെഷനുണ്ട്. അപ്പോൾ അവിടെ ഒരു 9:30 മണിവരെ ക്ലാസ് കഴിഞ്ഞാൽ 9:30 മുതൽ 5 മിനിറ്റ് സമയം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്ന് പഠിച്ചതിലോ അല്ലെങ്കിൽ ജനറലായിട്ടുള്ള സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനുള്ള ആൻസറും പറയും. വേറെ എന്തെങ്കിലും ബുക്ക് മേടിക്കണോ സാറിന്റെ ബുക്ക് അല്ലാതെ? വേറെ ബുക്കുകൾ ഇപ്പം ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് മാത്രം മതി. അത് കഴിഞ്ഞ് നമ്മൾ പറയും, ബുക്കിൻ്റെ കാര്യമൊക്കെ പറയും ഡീറ്റെയിൽ ആയിട്ട്. വേറെ എങ്കിലും ആവശ്യമുള്ള ബുക്കുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പഠിക്കുന്നതിനകത്ത് ഈ 3 പുസ്തകങ്ങൾ മാത്രം മതി. ഈ 3 പുസ്തകങ്ങളുടെ വിലയും കൂടി നിങ്ങളുടെ ഫീസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡയറക്ടർ അങ്ങനെ കോൺടാക്ട് ചെയ്താൽ, അതായത് TP ലാലിനെ കോൺടാക്ട് ചെയ്താൽ അദ്ദേഹം അതിൻ്റെ ഡീറ്റെയിൽ ബുക്ക് അയച്ചു തരേണ്ട കാര്യങ്ങൾ, അപ്പോൾ അഡ്രസ്സൊക്കെ അയച്ചു കൊടുക്കണം. അപ്പോൾ അയച്ചു തരും. ഇത് പിന്നെ കൊറിയറായിട്ട് അയച്ചു തരും ആ ബുക്കുകൾ. അപ്പം വേറെ എന്തെങ്കിലും വീക്കിലി എത്ര ദിവസം ഉണ്ടാവും ക്ലാസ്? വീക്കിലി എത്ര ദിവസം ഉണ്ടാവും? വീക്കിലി ഒരു ദിവസം, ആഴ്ച ഒരു ദിവസം. അത് കൂട്ടി വെച്ചൂടെ 2 ദിവസമൊക്കെ? 2 ദിവസമൊക്കെ വേറെ, എനിക്ക് വേറെ എല്ലാ ദിവസവും ക്ലാസ്സുകളും ഒക്കെ ഉണ്ട്. ഓ സോറി. എനിക്ക് അഡ്വാൻസ് കോഴ്സിന്റെ ക്ലാസ് ഉണ്ട്, വാസ്തുശാസ്ത്രിയുടെ ക്ലാസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വേറെ സംസ്കൃത കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, അവിടുത്തെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ടാണല്ലേ. അതുകൊണ്ട് ഒരു ദിവസം, അതും പിന്നെ ഒരു ദിവസം വെച്ച് നമ്മൾ അത് നേരത്തെ കാണിച്ചിട്ടുണ്ട്. ആഴ്ച ഒരു ദിവസം വെച്ച് എത്ര ആഴ്ച ഉണ്ടാവും? ഒരു 7 months അപ്രോക്സിമേറ്റ്ലി. 7 മാസം കൊണ്ട് നമ്മുടെ കോഴ്സ് തീരും. ഓക്കെ. പിന്നെ മറ്റെന്തെങ്കിലും സംശയം? സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. നമ്മൾ തുടങ്ങാനാണ്. അപ്പോൾ ആദ്യത്തെ അധ്യായമാണ് വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും. ഇവിടെ ഇതുമായിട്ട് നിമിത്തങ്ങളും മുഹൂർത്തങ്ങളെ പറ്റി കൂടുതലായിട്ട് പറയുന്നതിന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഒന്ന്, ഈ വാസ്തു നിമിത്തങ്ങൾ എന്ന് പറയുന്നത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ, വാസ്തുശാസ്ത്രത്തിൽ വരുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷെ മുഹൂർത്തം എന്ന് പറയുന്നത് ശരിക്കും വാസ്തുശാസ്ത്രത്തിൽ വരുന്നതല്ല, അത് ജ്യോതിഷത്തിൽ വരുന്നതാണ് ഈ മുഹൂർത്തങ്ങൾ. അതായത് നമ്മളിപ്പം പിന്നെ വാസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും, അതായത് കുറ്റിയടിക്കുന്നു അല്ലെങ്കിൽ കല്ലിടുന്നു, അതായത് ശിലാസ്ഥാപനം, അതുപോലെ തന്നെ കട്ടള വയ്ക്കുക, അല്ലെങ്കിൽ പാല് കാച്ച്, നമ്മുടെ ഗൃഹപ്രവേശനം അല്ലെങ്കിൽ പാല് കാച്ച്, ഇങ്ങനെയുള്ള ഒരു വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾക്കൊക്കെയുള്ള മുഹൂർത്തങ്ങൾ. ആ മുഹൂർത്തങ്ങൾ കുറിക്കുന്നത് ഇതിനകത്തോടെ മുഹൂർത്തം പറയുന്നുണ്ട്. നമ്മുടെ ഈ പുസ്തകത്തിൽ തന്നെ ചില മുഹൂർത്തങ്ങൾ പറയുന്നുണ്ട്. ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറയുകയും ചെയ്യാം മുഹൂർത്തങ്ങൾ. പക്ഷേ ആ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ശരിക്കും വാസ്തുശാസ്ത്രത്തിന്റെ കീഴിൽ വരുന്നൊരു വിഷയമല്ല, അത് ജ്യോതിഷത്തിൽ വരുന്നതാണ്. കാരണം പല കാര്യങ്ങളും എല്ലാം നോക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ വാസ്തുവിൻ്റെ ഇതിൽ വരാത്തതുകൊണ്ട് നമ്മളത് എടുക്കുകയില്ല. കാരണം നമ്മൾ വെറുതെ നമ്മുടെ സബ്ജക്റ്റ് അല്ലാത്ത കയറി എടുക്കേണ്ട ആവശ്യമില്ല. ഈ മുഹൂർത്തങ്ങളെ പറ്റി ചെറുതായിട്ട് ആ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഇന്ന ദിവസം പിന്നെ കല്ലിടാൻ ഉത്തമമാണ്, അല്ലെങ്കിൽ ഇന്ന ആഴ്ച, അല്ലെങ്കിൽ ഇന്ന നക്ഷത്രം,
കല്ലിടാൻ ഉത്തമമായ നക്ഷത്രമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു നക്ഷത്രം കല്ലിടാൻ ഉത്തമമാണ് അല്ലെങ്കിൽ പിന്നെ കട്ടിൽ വയ്ക്കാൻ ഉത്തമമാണെന്ന് പറഞ്ഞതുകൊണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല. കാരണം അത് ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. ജനറലായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ജനറലായിട്ട് ഉത്തമമായ നക്ഷത്രം ചിലപ്പോൾ നമ്മളുടെ നക്ഷത്രവുമായിട്ട് നമ്മുടെ വീട്, നമുക്കൊരു വീടിന് കല്ല് ഇടുവാണെങ്കിൽ നമ്മളുടെ നക്ഷത്രവുമായിട്ട് ചേരാതെ വന്നു എന്ന് വരാം. അപ്പം അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് മുഹൂർത്തം, അതുകൊണ്ട് ഇതിൽ പറയുന്ന മുഹൂർത്തങ്ങൾ നോക്കിയിട്ട് നമ്മൾ മുഹൂർത്തം കുറിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു മുഹൂർത്തം ചെയ്യാൻ പാടില്ല. അതിന് എക്സ്പെർട്ട് ആയിട്ടുള്ളവർ, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ജ്യോതിഷം അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നോക്കാം. ജ്യോതിഷം നോക്കി അതല്ലെന്നുണ്ടെങ്കിൽ ജ്യോതിഷം അറിയാവുന്ന ആരെങ്കിലും കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ മുഹൂർത്തം എടുക്കുക. അതുകൊണ്ട് മുഹൂർത്തം നമുക്ക് ഇതിനകത്ത് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല ഞാൻ, കാരണം അത് വാസ്തുശാസ്ത്രത്തിൻ്റെ ഇതിൽ വരുന്നൊരു വിഷയമല്ല. ഇനി അടുത്തത് ഈ വാസ്തു നിമിത്തങ്ങൾ. നിമിത്തങ്ങൾ പലതുണ്ട്. നമ്മളിപ്പോൾ യാത്ര പോകുമ്പോൾ ചില നിമിത്തങ്ങൾ, പൂച്ച കുറിയ ചാടി അങ്ങനെയൊക്കെ നമ്മൾ പല നിമിത്തങ്ങളെ പറ്റി പറയാറുണ്ട് ഈ യാത്ര പോകുമ്പോൾ. ഇതല്ല, ഇത് വാസ്തു നിമിത്തങ്ങളാണ്, വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട നിമിത്തങ്ങൾ. വാസ്തുശാസ്ത്രപരമായ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഒരു പ്ലോട്ടിൽ പോയി ആ പ്ലോട്ട് വീട് വയ്ക്കാൻ കൊള്ളാമോ, അവിടെ വീട് വയ്ക്കുന്നത് നല്ലതാണോ, വീട് അത് നോക്കുമ്പോൾ ആ നോക്കുന്നത് അപ്പോഴും നമുക്കുണ്ടാകുന്ന ചില ഇതാണ് വാസ്തു നിമിത്തം എന്ന് പറയുന്നത്. അത് ചില ശബ്ദങ്ങളാകാം, അല്ലെങ്കിൽ കണ്ണിൽ കൂടി കാണുന്ന ചില കാഴ്ചകളാകാം, അതല്ലെങ്കിൽ നമുക്ക് പിന്നെ ഫീലിംഗ്, കാറ്റടിക്കുക, അതൊക്കെ നമുക്കൊരു ഫീൽ ചെയ്യും. കാറ്റിക്ക് ദേഹത്തോട്ട് തട്ടുമ്പോൾ നമുക്കത് അറിയാം, നല്ല കാറ്റ് വരുന്നു, സുഖമുള്ള കാറ്റ് വരുന്നു. അപ്പം അങ്ങനെയുള്ള നിമിത്തങ്ങളുണ്ട്. അപ്പം കണ്ണിൽ കൂടി കാണുന്ന നിമിത്തങ്ങളുണ്ട്, ചെവിയിൽ കൂടി കേൾക്കുന്ന നിമിത്തങ്ങളുണ്ട്, മൂക്കിൽ കൂടി അതിൻ്റെ ഗന്ധം, അങ്ങനെയുള്ള നിമിത്തങ്ങളുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള നിമിത്തങ്ങളുണ്ട്. പക്ഷെ നിമിത്തങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിമിത്തങ്ങൾ സ്വാഭാവികമാകണം, നാച്ചുറൽ ആകണം. നാച്ചുറൽ അല്ലാത്ത നിമിത്തങ്ങൾ ഉണ്ട്. നാച്ചുറൽ അല്ലാത്ത നിമിത്തം എന്ന് പറഞ്ഞാൽ മനഃപൂർവമായി ഒരു തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന മുഹൂർത്തങ്ങൾ അല്ല നിമിത്തങ്ങൾ. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമ്മളൊരു വീട്ടിൽ ഒരു സ്ഥലം പോയി നോക്കുന്നു, അവിടെ വീട് വയ്ക്കാൻ, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് നമ്മളെ വിളിച്ചിട്ട് അവർക്ക് ഒരു സ്ഥലം വാങ്ങിക്കണം എന്നുണ്ട് വീട് വയ്ക്കാനായിട്ട്. അപ്പോൾ ആ സ്ഥലം വീട് വയ്ക്കാൻ കൊള്ളാമോ, നമ്മൾ അവിടെ പോയി നോക്കി അത് വീട് വയ്ക്കാൻ കൊള്ളാമോ നോക്കിയിട്ട് അവരോട് പറയും കൊള്ളാമോ, അല്ലെങ്കിൽ മോശമാണോ, അല്ലെങ്കിൽ ദോഷമുണ്ടെന്നൊക്കെ നമ്മൾ അവരോട് പറയും. അപ്പം അങ്ങനെ നമ്മളെ ഒരു കാര്യം നോക്കാനായിട്ട് പോകുമ്പോൾ അവിടെ കാണുന്ന ചില അപ്പോഴുള്ള നിമിത്തങ്ങൾ അതുമല്ല നമ്മൾ നോക്കണം. അപ്പം ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യം മാത്രമല്ല, ഈ നിമിത്തങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ അവിടുത്തെ ചില സാങ്കേതികമായ മാത്രമല്ല, ഈ നിമിത്തങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ആത്മീയമായ ഒരു ഇതാണ്. ശരിക്കും അത് നമുക്ക് നമ്മുടെ മുമ്പിൽ ആ ഒരു ദൈവീയ ശക്തി കാണിച്ചു തരുന്നതാണ് ആ സമയത്ത്. അപ്പൊ അത് നിമിത്തങ്ങൾ ഞാൻ സ്വാഭാവികമാകണം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ഒരാൾ ഒരു സ്ഥലമുണ്ട്, അത് വീട് വയ്ക്കാൻ കൊള്ളാമോ, അവർ വാങ്ങിക്കണോ എന്ന് ചോദിക്കുകയാണ്. തൊട്ടടുത്ത വീട്ടിൽ ചിലപ്പോൾ അയാൾക്ക് അടുത്ത വീട്ടിൽ കുറച്ചൊക്കെ ഇതിനെപ്പറ്റി അറിയാവുന്ന, വാസ്തുവൊക്കെ കുറച്ചൊക്കെ അറിയാവുന്ന ഒരാൾ തൊട്ടടുത്ത് താമസിക്കുന്നു എന്ന് വിചാരിക്കുക. സംഭവിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അങ്ങനെ വാസ്തുപരമായിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ, നിമിത്തത്തെ പറ്റിയൊക്കെ കുറച്ച് അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ, അപ്പം ഇത് 2-3 പാർട്ടികൾ വന്ന് നോക്കി ആരും വാങ്ങിക്കാതിരുന്നാൽ ഇയാൾക്ക് ചിലപ്പം കുറച്ച് ലാഭത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പുള്ളിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് അതിന് അങ്ങനെ അസ്വാഭാവികമായിട്ട് ചില ദുർനിമിത്തങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ മോശമായ നിമിത്തങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ അത് ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, തൊട്ടടുത്ത എങ്കിലോട് നമ്മളൊരു സ്ഥലം പിന്നെ നല്ലതാണോ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടെ വീട് വയ്ക്കാൻ കൊള്ളാമോ എന്ന് നോക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വിളിച്ചുകൊണ്ടുവന്ന പാർട്ടിക്ക് അവിടെ വീട് വയ്ക്കാൻ കൊള്ളാമോ എന്ന് നോക്കുന്ന സമയത്ത് അടുത്ത വീട്ടിലെ ഒരു ജനലിന്റെ അല്ലെങ്കിൽ കതകിന്റെ വാതില്, ആ ജനലിന്റെ അല്ലെങ്കിൽ കതകിന്റെ വാതിൽ ശക്തിയായിട്ട് അടച്ചു തുറക്കുന്ന ശബ്ദം കിട്ടുന്നുണ്ട്. വളരെ ശക്തിയായിട്ട് വാതിൽ അടയുകയും തുറക്കുകയും ചെയ്യുക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു മോശമായ നിമിത്തമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ വേണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഒരു കാരവെല്ലാം കെട്ടി ശക്തിയായിട്ട് വേണമെങ്കിൽ ഒരു കതവ് അടച്ചിട്ട് തുറക്കാൻ പറ്റും. അപ്പൊ അവിടെ അത് സ്വാഭാവികമല്ല. സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് അത് സംഭവിച്ചാലേ അത് നിമിത്തമാവുള്ളൂ. അസ്വാഭാവികമായിട്ട് വേറൊരാളെ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരു നിമിത്തം അവിടെ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് സ്വാഭാവിക നിമിത്തമല്ല. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഒരു നിമിത്തം കാണുമ്പം അത് സ്വാഭാവികമാണോ, നാച്ചുറലാണോ, അൺനാച്ചുറലാണോ, അല്ലെങ്കിൽ സ്വാഭാവികമാണോ അല്ലെങ്കിൽ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് മനസ്സിലാകണമെങ്കിൽ അതിന് നമുക്ക് ശരിക്കും നമുക്ക്
നമ്മൾ ഇതിനകത്ത് പറയാ ഒരു ദൈവികമായ ഒരു ശക്തി, അതായത് നമുക്കൊരു ഒരു കണക്ഷൻ വിത്ത് ദി ഹയർ ഫോഴ്സ്, മുകളിലത്തെ ഫോഴ്സുമായിട്ട് നമുക്കൊരു കണക്ഷൻ, ഒരു ലിങ്ക്, ഒരു കണക്ഷൻ ഉണ്ട്, നമുക്കെല്ലാം ഉണ്ടത്. പക്ഷെ നമ്മൾ പലരും അതിനെപ്പറ്റി അവെയർ അല്ല, ബോധവാന്മാരല്ല. അപ്പം ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ, ഹയർ ഫോഴ്സുമായിട്ടൊരു ലിങ്ക് ഉണ്ട് എന്നുള്ള ബോധം, ആ ലിങ്കിനെ പറ്റി, ആ കണക്ഷനെ പറ്റി നമുക്ക് ബോധമുണ്ടെങ്കിൽ അത് കുറച്ച് നമുക്കത് വേണമെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് സ്വാഭാവികമാണോ അതല്ലേ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണോ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത് നമുക്ക് പഠിപ്പിച്ച് തരാനുള്ള ഒന്നല്ല, അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒന്നാണ്. അത് നമുക്ക് കൂടുതൽ മനസ്സിലാവും, ക്ലാസ്സിലൊക്കെ കൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാവും. വാസ്തു നിമിത്തങ്ങളും മുഹൂർത്തങ്ങളുമാണ് നമ്മൾ എഴുതുന്നത്. ഇത് നിങ്ങൾ എഴുതണമെന്നില്ല ഈ വരുന്നത്, എഴുതണമെങ്കിൽ എഴുതിക്കോളൂ. പക്ഷേ പുസ്തകത്തിലുണ്ട്, പുസ്തകം കിട്ടുന്നവർക്ക് പുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ട്. ഇനി വസ് എന്നൊരു വാക്ക്, വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സംസ്കൃത ധാതുവാണ്. വസ് എന്ന് പറഞ്ഞൊരു സംസ്കൃത ധാതുവുണ്ട്. ഈ സംസ്കൃത ധാതുവിൻ്റെ അർത്ഥം, വസ് എന്നുള്ള സംസ്കൃത ധാതുവിൻ്റെ അർത്ഥം വസിക്കുക അല്ലെങ്കിൽ താമസിക്കുക എന്നാണ്. താമസിക്കുക ലേറ്റാവുക എന്നുള്ളതല്ല, വസിക്കുക, ഒരിടത്ത് സ്റ്റേ ചെയ്യുക, താമസിക്കുക. അപ്പോൾ അങ്ങനെ വസിക്കുന്നതുമായിട്ടും അല്ലെങ്കിൽ താമസിക്കുന്നതുമായിട്ടും ബന്ധപ്പെട്ട ശാസ്ത്രമായതുകൊണ്ടാണ് വാസ്തുശാസ്ത്രമുള്ള പേര് വന്നത്. എങ്ങനെ ചെയ്താണ് ഈ വസ് എന്നുള്ള ആ വാക്കിൽ നിന്നാണ് വാസ്തുശാസ്ത്രം എന്നുള്ള പേര് വന്നത്. കാരണം വസിക്കാനുള്ള അല്ലെങ്കിൽ താമസിക്കാനുള്ള സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ശാസ്ത്രമായതുകൊണ്ട് വസ്തുവായിട്ട് ബന്ധപ്പെട്ട് വാസ്തുശാസ്ത്രം എന്നുള്ള പേര് വന്നു. അതെങ്ങനെ വന്നു എന്നുള്ള പുസ്തകത്തിലുണ്ട് അതൊക്കെ. പക്ഷെ അത് വസു താമസിക്കുവാനുള്ള അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് വസിക്കുവാനുള്ള അല്ലെങ്കിൽ താമസിക്കുവാനുള്ള സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രം ആണ് വാസ്തുശാസ്ത്രം. വസ് എന്നുള്ള സംസ്കൃത ധാതുവിൽ നിന്നാണ് ഈ പേര് വാസ്തുശാസ്ത്രം എന്നുള്ള പേര് വന്നത്. എന്തെങ്കിലും നമുക്ക് പറയുന്ന മനസ്സിലാകാതെ വരികയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കണമെന്നേ ഉള്ളൂ. 18 ആചാര്യന്മാർ, അതായത് നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു പിന്നെ നമ്മളൊരു പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്ത് നമ്മൾ ശ്ലോകം ചൊല്ലി. അതായത് ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാമയസ്തഥ നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷ പുരന്ദര ബ്രഹ്മ കുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോ ഉപദേശക. മത്സ്യപുരാണത്തിലുള്ളൊരു ശ്ലോകമാണ്. അഷ്ടാദശൈക വിഖ്യാത, അഷ്ടാദശം, അഷ്ടംഞ്ഞ 8, ദശംഞ്ഞ 10, അഷ്ടാദശം 18, അഷ്ടാദശൈത വിഖ്യാതന്മാരായ 18 ആചാര്യന്മാർ. നമ്മൾ അതോടെ പേരാണ് ഭൃഗുർ അത്രി വസിഷ്ഠൻ തുടങ്ങി ബൃഹസ്പതി വരെയുള്ള 18 ആചാര്യന്മാരുടെ പേര് പറഞ്ഞ് അവരെ നമിച്ചുകൊണ്ടാണ്, അല്ലെ അവരെ ഭക്തിപൂർവ്വം സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഏത് ജോലിയും വാസ്തുശാസ്ത്രം ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ക്ലാസ് എടുക്കുകയാണെങ്കിലും, എന്ത് നിങ്ങൾ വാസ്തുശാസ്ത്ര സംബന്ധിയായിട്ട് വരികയാണെങ്കിലും ആദ്യം ഈ 18 ആചാര്യന്മാരെ ഒന്ന് മനസ്സുകൊണ്ട് ഒന്ന് ധ്യാനിച്ചിട്ട് അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് കൂടുതൽ വിജയിക്കുവാനും അതിലേക്ക് അതിൻ്റെ ഗുണകരമായ ഒരു ഇത് ഉണ്ടാക്കുവാനും സാധിക്കും. ആണ് 18 ആചാര്യന്മാർ. ആ പേര് നമ്മളിപ്പോൾ ശ്ലോകമുണ്ട്. ആ ശ്ലോകം നമുക്ക് പുസ്തകം വരുമ്പോൾ ആദ്യത്തെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ ആ ശ്ലോകം കിടപ്പുണ്ട്. അവിടെ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. ഭൃഗുർ അത്രി വസിഷ്ഠസ്യ മുതൽ അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോ ഉപദേശക. വാസ്തുശാസ്ത്രം നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ള ആ അഷ്ടാദശം 18 ആചാര്യന്മാരുടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ശ്ലോകം വരുന്നത്. അപ്പോൾ അത് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ആ പുസ്തകത്തിൽ അതുണ്ട്. ആദ്യത്തെ ഒന്നാമത്തെ പുസ്തകത്തിൽ 3 പുസ്തകങ്ങളുള്ളതിൽ ഒന്നാമത്തെ പുസ്തകത്തിൽ ഒന്നാമത്തെ പേജിൽ തന്നെ അതുണ്ട്. ഇനി നമുക്കറിയാം 4 വേദങ്ങൾ: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4 വേദങ്ങൾ ഭാരതത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 4 വേദങ്ങളാണ്. ഈ 4 ഇതിൽ ഈ 4 വേദങ്ങൾക്കും ഉപവേദങ്ങളുണ്ട്. ഋഗ്വേദത്തിനും യജുർവേദത്തിനും സാമവേദത്തിനും അഥർവവേദത്തിനും 4 വേദങ്ങൾക്കും ഉപവേദങ്ങളുണ്ട്. അതിൽ 4ാമത്തെ വേദമായ അഥർവവേദത്തിൻ്റെ ഉപവേദമാണ് സ്ഥാപത്യവേദം. ഈ സ്ഥാപത്യവേദത്തിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട, വാസ്തുശാസ്ത്രത്തിനായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വാസ്തുശാസ്ത്ര സംബന്ധിയായിട്ടുള്ള സ്ഥാപത്യവേദത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് പിന്നെ നൃത്തവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥാപത്യവേദത്തിൽ വരുന്നുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് ഈ സ്ഥാപത്യവേദത്തിൽ പ്രധാനമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ സ്ഥാപത്യവേദത്തിൽ
വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട വളരെയധികം കാര്യങ്ങൾ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ളത് കൊണ്ട് വാസ്തുശാസ്ത്രത്തിന്റെ ആദ്യ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന സ്ഥാപത്യവേദമാണ്. സ്ഥാപത്യവേദമാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഗ്രന്ഥങ്ങളെല്ലാം വന്നിട്ടുള്ളത്. ആദ്യത്തെ ഗ്രന്ഥം, വാസ്തുശാസ്ത്രത്തിന്റെ ആദ്യത്തെ ഗ്രന്ഥം സ്ഥാപത്യവേദമാണ്. അത് വേദകാലങ്ങൾ മുതലേ തുടങ്ങിയിട്ടുള്ളതാണ് ഈ നമ്മുടെ വാസ്തുശാസ്ത്രം. 5000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒന്നാണ്. ഇടയ്ക്ക് കുറച്ചാൾ അതിനൊരു അപജയം, ഒരു ശരിക്കൊരു അധികം പേര് നോക്കാതുള്ള ഒരു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ അതിൽ ഈ പിന്നെ വാസ്തുശാസ്ത്ര സംബന്ധിച്ച് അല്ലെങ്കിൽ അവർ വെക്കുന്ന വീടുകൾ വാസ്തുശാസ്ത്രപരമായിട്ട് വാസ്തുശാസ്ത്ര നിബന്ധനകൾക്ക് അനുസരിച്ച് വീട് വയ്ക്കണമെന്ന ആഗ്രഹമുള്ളവരുടെ അല്ലെങ്കിൽ അത് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുടെ എണ്ണവും ശതമാനവും ഒക്കെ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്ഥാപത്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, വാസ്തുശാസ്ത്രത്തിന്റെ ആദ്യ ഗ്രന്ഥം. ഇനി നമ്മൾ നിമിത്തത്തിലേക്ക് വരികയാണ്. നിമിത്തം എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് നല്ല നിമിത്തങ്ങളും, അതായത് ശുഭനിമിത്തങ്ങളും അശുഭനിമിത്തങ്ങളും. ശുഭനിമിത്തങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലമൊക്കെ നോക്കുക, എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യം നല്ലതാണ്. നമുക്കിപ്പോൾ ഒരാൾക്ക് ഈ സ്ഥലം കൊള്ളാമോ എങ്കിൽ ശുഭനിമിത്തങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ അത് നല്ലതാണ്. അശുഭനിമിത്തങ്ങൾ ആണ് അവിടെ കാണുന്നതെങ്കിൽ അത് അവർക്ക് ആ സ്ഥലം ടെക്നിക്കലായിട്ടും സാങ്കേതികമായിട്ടൊക്കെ എല്ലാം ശരിയാണെങ്കിൽ തന്നെയും ചിലപ്പം അവിടെ നിമിത്തം മോശമാണെങ്കിൽ അത് നമ്മൾ എടുക്കരുതെന്നാണ്, സ്ഥലം എടുക്കരുത്. കാരണം അത് നമുക്ക് ആ ഹയർ ഫോഴ്സ് കാണിച്ചു തരുന്ന ചില കാര്യങ്ങളാണ്. അതിനെന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് നമുക്ക് ദൃഷ്ടിഗോചരമല്ലാത്തോ അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവിടെ കാണും. അതുകൊണ്ട് ആ അശുഭ നിമിത്തങ്ങൾ അങ്ങനെയുള്ളിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള നിമിത്തങ്ങളുണ്ട്, ശുഭ നിമിത്തങ്ങളും അശുഭ നിമിത്തങ്ങളും. നേരത്തെ പറഞ്ഞത് മനസ്സിൽ വയ്ക്കുക. അതായത് ഏത് നിമിത്തമായാലും, ശുഭനിമിത്തമായാലും അശുഭ നിമിത്തമായാലും അത് സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതായിരിക്കണം, അല്ലാതെ സൃഷ്ടിക്കപ്പെടുന്നതൊന്നും നിമിത്തമല്ല. ഇനി ശുഭനിമിത്തങ്ങൾ ഏതൊക്കെയാണ് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ വേണമെന്നില്ല, പുസ്തകത്തിലെല്ലാം ഉണ്ട്. വേദസൂക്തങ്ങൾ. വേദസൂക്തങ്ങൾ വേദം എന്ന് പറഞ്ഞാൽ ദൈവികം എന്നുള്ള അർത്ഥം ഇവിടെ ഉള്ളൂ. ദൈവികമായിട്ടുള്ള ഇപ്പം നമുക്ക് അടുത്തൊരു ക്ഷേത്രമുണ്ട്, അത് മൈക്ക് വെച്ച ആ ക്ഷേത്രത്തിൽ നിന്ന് ഒരു പിന്നെ ദൈവികമായ ചില പാട്ടുകളൊക്കെ കേൾക്കുകയാണ്, അതുമൊക്കെ വേദസൂക്തി വരാം. അപ്പം അതുപോലെ ഇപ്പം ഹിന്ദു മതം അങ്ങനെ മാത്രമൊന്നുമില്ല. ഏതായാലും ഇപ്പം നമ്മൾ പിന്നെ പള്ളിയിലെ അടുത്തുള്ള പള്ളിയിൽ അവിടുത്തെ ഇതിൻ്റെ നമസ്കാരത്തിൻ്റെ എന്തെങ്കിലും പ്രാർത്ഥന കേൾക്കുന്നു, അങ്ങനെ ഏതായാലും അതായത് ദൈവികമായ സൂക്തങ്ങളോ പാട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചെവിയിലേക്ക് വരികയാണെങ്കിൽ കേൾക്കുകയാണെങ്കിൽ അത് നല്ല നിമിത്തമാണ്. വേദസൂക്തങ്ങൾ. പടഹം. പടഹം എന്ന് പറഞ്ഞാൽ പടക്കം പൊട്ടിക്കുന്നതൊക്കെയാണ്. പടക്കം പൊട്ടിച്ചാൽ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ വെടിവെക്കുക, അതുമൊക്കെ പടഹത്തിൽ വരാം. ക്ഷേത്രങ്ങളിലെ അമ്പലത്തിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഈ പടഹത്തിൽ വരാം. അങ്ങനെയുള്ള അതിൻ്റെ ശബ്ദം കേട്ടാൽ അത് നല്ലതാണ്. ഭേരി. വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ദീപാരാധന സമയത്ത് നാദസ്വരവും ചെണ്ടയും എല്ലാം കൂടി ചേർന്നൊരു അതിനാണ് ഭേരിനാഥം എന്ന് പറയുന്നത്. അതിൻ്റെ ശബ്ദം ആ ശബ്ദം കേട്ടാൽ അതും നല്ല നിമിത്തമാണ്. നാദസ്വരവും ചെണ്ടയും എല്ലാം കൂടെയുള്ള ശബ്ദം. ശംഖുലി, ശംഖിന്റെ ശബ്ദം, ശംഖു വിളിക്കുന്ന ശബ്ദം. വീണ, അത് വീണ വായിക്കുന്ന ശബ്ദം കേട്ടാൽ. മൃദംഗം, മൃദംഗം വായിക്കുന്ന ശബ്ദം കേട്ടാൽ. ഇവയുടെ ശബ്ദം കേൾക്കുക, ഇതെല്ലാം ശുഭനിമിത്തങ്ങളാണ്. പിന്നെ വെളുത്ത, ഈ കണ്ണുകൊണ്ട് കാണുന്ന ചില നിമിത്തങ്ങളാണ് ശുഭനിമിത്തങ്ങൾ. വെളുത്ത കാള, വെളുത്ത നിറത്തിലുള്ള കാളയെ കാണുന്നത് നല്ലതാണ്. പൂമാല, കുട, ആരെങ്കിലും കുടയും പിടിച്ചോണ്ട് വരികയോ എന്തെങ്കിലും കുട നമ്മുടെ കണ്ണിൽ പെട്ടാൽ അത് നല്ലതാണ്. വാഹനം, വാഹനം നമ്മൾ കുറച്ച് ദൂരെ കൂടെ ഒരു വാഹനം പാസ് ചെയ്ത് അത്രയും ഇതില്ല. ശരിക്കും നമ്മളൊരു പുരാടത്തിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാഹനത്തിൽ ആരെങ്കിലും വന്ന് അവിടെ ഒന്ന് ഇറങ്ങുക, ഒരു വാഹനം അവിടോട്ട് വരിക, അങ്ങനെ വരുന്നതാണ് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള നിമിത്തം. വാഹനം. സ്വർണം, സ്വർണം കഴുത്തിയിട്ടോണ്ട് വന്നാലും മതി. അപ്പോൾ സ്വർണം നമ്മുടെ കണ്ണിൽ കാണുകയാണെങ്കിൽ. വെള്ളി,
നിറപാത്രം, പാത്രം നിറച്ചെന്തെങ്കിലും ഇരിക്കുന്നു, നിറപാത്രം. മത്സ്യം, മത്സ്യമാണെങ്കിലും മീൻകാരൊക്കെ മത്സ്യമായിട്ട് വന്ന് മീൻ മിക്കാൻ പറ്റുന്ന അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ മത്സ്യം അത് നല്ലതാണ്. ആഹാര സാധനം ഏതായാലും ഏത് ആഹാര സാധനം നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള സാധനമാണെങ്കിൽ അത് നല്ലതാണ്. വെള്ളിപ്പറവ, വെളുത്ത, ഇപ്പം കൊക്കോ അങ്ങനെയുള്ള വെളുത്ത നിറമുള്ള പക്ഷികൾ, അതാണ് വെള്ളിപ്പറവ എന്ന് പറഞ്ഞാൽ. വെളുത്ത നിറമുള്ള പക്ഷികളെയൊക്കെയാണ് വെള്ളിപ്പറവ എന്ന് പറയുന്നത്. വെളുത്ത കാളയും അതുപോലെ വെളുത്ത നിറമുള്ള പക്ഷികളും ഇത് നല്ലതാണ്. മയിൽ, പൂങ്കുയിൽ, ആന, മാൻ, സ്ത്രീ, മംഗല്യം. മംഗല്യം വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ, ഇപ്പം ചെറുക്കൻ്റെ വീട്ടുകാരെ പെണ്ണിൻ്റെ വീട്ടുകാരായിട്ട് സ്വീകരിച്ചുകൊണ്ട് പോവുക, വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്ക് കാണുകയാണ്, അവിടെ കണ്ണി കാണുകയാണെങ്കിൽ അത് നല്ലതാണ്, മംഗല്യം. വേദം പഠിച്ചവർ, അപ്പം അതിൽ പക്ഷെ വേദം പഠിച്ചവർ വന്നാൽ പോലെ വേദം പഠിച്ചവരാണെന്ന് നമുക്ക് മനസ്സിലാവുകയും വേണം. അതായത് ഇപ്പോൾ ആരെങ്കിലും അവിടെ 1-2 പേര് വന്ന് കയറുന്നു, അപ്പം നമ്മൾ സപ്പോസ് നമ്മളെ കൊണ്ടുവന്ന ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ചിലപ്പോൾ, ഇത് വലിയ വേദപണ്ഡിതനാണ്, ഇദ്ദേഹം വേദങ്ങളുടെയൊക്കെ ഒരു അങ്ങനെയൊക്കെയാണ് പരിചയപ്പെടുമ്പോൾ ഒരു വേദപണ്ഡിതനാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു വേദം പഠിച്ചവർ അവിടെ വന്നാൽ അത് ആ വേദം പഠിച്ചവരാണ് നമുക്ക് മനസ്സിലാവുക കൂടെ ചെയ്തത്. ഇല്ലാതെ വേറെ 2 പേര് വന്ന് വേദം പഠിച്ചവരായിരിക്കാം അല്ലായിരിക്കാം നമുക്കറിയില്ല. അപ്പോൾ അത് നിമിത്തത്തിൽ വരില്ല. അവർ വേദം പഠിച്ചവരാണെന്ന് ഒന്നുകിൽ നമുക്ക് നേരിട്ട് അറിയാവുന്നവരായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ വേദം പഠിച്ചു എന്ന് നമുക്ക് മനസ്സിലാവണം അവർ വേദം പഠിച്ചവർ. തേൻ, പഴം, ഗുരുക്കന്മാർ. ഏതെങ്കിലും ഗുരുക്കന്മാരോട് ഉദ്ദേശിക്കുന്നത് അധ്യാപക ജീവിതത്തിൽ ഉള്ളവര്, ഏതെങ്കിലും സ്കൂളിലെ അധ്യാപകരോ ആരായാലും അവരെല്ലാം ഗുരുക്കന്മാരാണ്. നമ്മുടെ ഗുരുക്കന്മാരെന്നല്ല, ആരുടെയെങ്കിലൊക്കെ ഗുരുക്കന്മാരാണ് അവർ. അപ്പൊ അങ്ങനെയുള്ളവർ. അമ്മമാർ, അപ്പൊ അവരമ്മമാരാണ്, പ്രസവിച്ചവരാണ് അമ്മമാർ എന്ന് പറയുന്നത്. അപ്പൊ അവരമ്മമാരാണ്, പ്രസവിച്ച അമ്മമാരാണ് എന്ന് മനസ്സിലാവണം. ഇതൊക്കെ പിന്നെ വെളുത്ത കാള മുതൽ മറ്റെല്ലാം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ്. ഇത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ശുഭനിമിത്തങ്ങളാണ്. അടുത്തോട്ട് പോവാണ്. എഴുതേണ്ടവർക്ക് ഇത് ഓരോന്നും കാണിക്കുന്ന സമയം കൊണ്ട് തന്നെ എഴുതാൻ പറ്റും. ആരെങ്കിലും വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറയണം. ഗുരുക്കന്മാർ, അമ്മമാർ. അടുത്തത് നല്ല മണവും തണുപ്പുമുള്ള ഇളം കാറ്റ്, നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ചിലപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ എനിക്ക് നല്ല നല്ല കാറ്റെന്ന് നമ്മൾ തോന്നും. അത് നമ്മൾ പറയുകയും ചെയ്യാം, നല്ല സുഖമായ കാറ്റ്, നല്ല രസം. ചില കുന്നിൻ്റെ മുകളിലൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു കാറ്റ്, ഇങ്ങനെ വലിയ ശക്തിയല്ല കാറ്റുമല്ല, എന്നാൽ തീരെ വലിയ കൂടുതൽ അങ്ങനത്തെ അല്ല, നമുക്ക് നല്ല സുഖമുള്ള കാറ്റ്, ഒരു മണവും തണുപ്പും ഒക്കെ ഉള്ള ഒരു ഇളം കാറ്റ്. അത് നമ്മൾ ഇത് നോക്കുമ്പോൾ സമയത്ത് ആ കാറ്റിങ്ങനെ വരികയാണെങ്കിൽ അത് നല്ല നിമിത്തമാണ്, ശുഭനിമിത്തമാണ്. അഖില്, ചന്ദനം, കർപ്പൂരം, കുങ്കുമം ഇവയുടെ ഗന്ധം, കുങ്കുമത്തിൻ്റെ മണം അല്ലെങ്കിൽ കർപ്പൂരം കത്തിക്കുന്ന മണം, ചന്ദനത്തിൻ്റെ മണം, അതിൽ ഇതിൻ്റെയൊക്കെ മണം കേട്ട് കഴിഞ്ഞാൽ അതും നല്ല നിമിത്തമാണ്. ഇനി അശുഭ നിമിത്തങ്ങൾ, ഇത് എഴുതേണ്ടവർ എഴുതി കഴിഞ്ഞായിരിക്കുന്നു. അഖില്, ചന്ദനം, കർപ്പൂരം, കുങ്കുമം ഇവയുടെ ഗന്ധം. അടുത്തതിലോട്ട് പോവാണ്. അശുഭ നിമിത്തങ്ങൾ, ആദ്യം കണ്ണുകൊണ്ട് കാണുന്ന ഓരോ അശുഭ നിമിത്തങ്ങളാണ്. കളിമണ്ണ്, ഉപ്പ്, പട്ട്, ഔഷധം,
ഔഷധമാണെന്ന് അറിയാം, നമുക്ക് മനസ്സിലാവണം. ഇപ്പം ആരെങ്കിലും ഔഷധം വെളിയിൽ കാണണമെന്നില്ല, പൊതിക്കാത്തായിരിക്കും. പക്ഷെ നമ്മൾ അവർ പറയുകയാണെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങിക്കാൻ പറ്റുന്നു, മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അത് ഔഷധമില്ല, അലോപ്പതി മെഡിസിനാകാം, ആയുർവേദ മെഡിസിനാകാം, ഹോമിയോപ്പതി മെഡിസിനാകാം, ഏത് ഇതായാലും ശരി, എന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടി കഴിക്കുന്ന മരുന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊതിക്കകത്തായാലും പൊതിഞ്ഞു വെച്ചിട്ട് അതിനകത്ത് മരുന്നാണെന്ന് നമ്മൾ അറിയാൻ സാധിച്ചാൽ അതും അശുഭ നിമിത്തമാണ്. എണ്ണ, വിറക്, മുറം, ചാരം, ചൂല്, ദർഭ. ദർഭ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇത് വാസ്തുശാസ്ത്രപരമായിട്ട് ദർഭ കാണുന്നത് അശുഭ നിമിത്തമാണ്. പുല്ല്. ഈ പുല്ലെന്ന് പറയുമ്പോൾ നമുക്ക് ലൈവായിട്ടുള്ള പുല്ലല്ല ഉദ്ദേശിച്ചത്. നമ്മൾ പോകുന്ന പുരയിടത്തിൽ കുറെ പുല്ലിങ്ങനെ കിളിച്ച് പോണ്ട്, അതല്ല ഉദ്ദേശിക്കുന്നത്. ഡെഡായിട്ടുള്ള പുല്ല്, അതായത് വെട്ടിയിട്ടായാലും പശുവിന് കൊടുക്കാനും ഒക്കെ ആയിട്ട് വെട്ടിയിട്ടേക്കുന്നു. അല്ല അങ്ങനെ എന്തെങ്കിലും പുല്ല് കണ്ടു കഴിഞ്ഞാൽ, അതായത് പിന്നെ ലൈവായിട്ട് ജീവനുള്ള പുല്ലിനെ അല്ല ഉദ്ദേശിക്കുന്നത്. അത് പറിച്ചിട്ടേക്കുന്നു, പുല്ല് പറിച്ചിട്ടേക്കുന്നു, അല്ലെങ്കിൽ വെട്ടിയിട്ടേക്കുന്നു. അതൊക്കെ അത് നല്ലതല്ല. ഉമി, കരിക്കട്ട, മലം, എള്ള്, ക്ഷുരകൻ. വരുന്നാൾ ക്ഷുരകനാണെന്ന് നമുക്ക് മനസ്സിലാവണം. ക്ഷുരകൻ വന്നുകൊണ്ട് കാര്യമില്ല, ക്ഷുരകനാണ് വന്നത് നമുക്ക് മനസ്സിലാവണം. പാമ്പിന്റെ തോല്, തലമുണ്ടനം ചെയ്തയാൾ, ഒട്ടും മുടിയില്ലാതെ കംപ്ലീറ്റ് മുണ്ടനം ചെയ്ത്. വസ്ത്രമില്ലാത്തവൻ. ഇത് സാധാരണ വസ്ത്രമില്ലാത്ത ഒരാളെ കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് കൊച്ചുകുട്ടികളൊക്കെ ആയിരിക്കണം. ഇത് വസ്ത്രമില്ലാത്തവൻ ഉദ്ദേശിക്കുന്ന പ്രായമായ ഒരാൾ, വസ്ത്രമില്ല, ഒരു പിന്നെ തുണി ഒന്നുമില്ലാതെ നിൽക്കുക. അപ്പം അത് ഒരു സംഭവം ഉള്ളത് എനിക്കനുഭവം ഒന്നല്ല. ഞാനിത് പിന്നെ ആറന്മുള വാസ്തുവിദ്യാപുരത്തിലാണ് ഞാൻ ആദ്യം ഇത് പഠിച്ചത്. അപ്പം അന്നവിടെ പഠിക്കുമ്പോൾ അന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത അധ്യാപകൻ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം ക്ലാസ് വിവരിച്ചു. അദ്ദേഹം ഒരു പാർട്ടിയുമായിട്ട് ഒരു സ്ഥലം നോക്കാൻ പോയി, വീട് വെക്കാൻ കൊള്ളാവുന്നൊരു സ്ഥലം നോക്കാൻ പോയി. ആ സ്ഥലം നോക്കാനായിട്ട് പോകുമ്പോൾ ആ സ്ഥലം ആർക്ക് വേണ്ടിയാണ് നോക്കുന്നത്? ആ പുള്ളി തൊട്ടടുത്ത വീടാണ്. തൊട്ടടുത്ത വീടായിട്ട് ആ വീട്ടുകാരന് അടുത്ത പ്ലോട്ടൂടെ വാങ്ങിച്ചാൽ കൊള്ളാം എന്നുള്ളത്, തൊട്ടടുത്ത പ്ലോട്ട് വാങ്ങിക്കാനായിട്ടാണ്, അവിടെ വീട് വയ്ക്കാനായിട്ടാണ്. അപ്പോൾ ആ വീട് വയ്ക്കാൻ പറ്റുമോ അടുത്ത പ്ലോട്ട് എന്നുള്ള അറിയാനായിട്ട് പോയി. അപ്പോൾ ആ വീട്ടുകാരനോടുണ്ട്. അപ്പോൾ ആ വീട്ടുകാരന് പിന്നെ ഒരു കയ്യിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഒരു വയസ്സ് താഴെ ഒരു കൊച്ചു കുഞ്ഞ്, ആ കൊച്ചു കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ആണ് അയാൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അയാളോട് നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നിന്നോണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഈ ഒക്കത്തിരിക്കുന്ന കുട്ടിയുടെ മൂത്തൊരു കുട്ടിയുണ്ട്, അതിങ്ങനെ വീട്ടിനകത്തുനിന്ന് ഓടി വന്നു. അവർ പുരയിടത്തുനിന്ന് ഇവർ നിൽക്കുന്നിടത്ത് ഓടി വന്ന് അച്ഛാന്ന് പറഞ്ഞിട്ട് കയ്യിൽ പിടിച്ചിട്ട് വലിച്ചു. ഈ കയ്യിൽ അങ്ങ് ഊരി, കംപ്ലീറ്റ് ഊരി. അപ്പൊ ഈ കൈ വിട്ട് പെട്ടെന്ന് അവർ പിടിക്കാൻ നോക്കില്ല, കൈ കൊച്ചു കുഞ്ഞു ഇരിക്കുകയാണ്. ഒരു അല്പനേരത്തേക്കാണെങ്കിലും അപ്പോൾ കംപ്ലീറ്റ് ന്യൂഡായിട്ട് അവിടെ നിൽക്കുക, ഒന്നും വേറെ കയ്യിൽ അടിയിലൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അത് വസ്ത്രമില്ലാത്തവനെ കണ്ടു. അപ്പൊ അങ്ങനെയുള്ളതൊന്നും സാധാരണ വരുന്ന ഇതല്ല, സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ അതവിടെ സംഭവിക്കുമ്പോൾ അങ്ങനെയുള്ളതൊക്കെ സാധാരണ സംഭവിക്കാത്ത കാര്യങ്ങൾ വരുവാണെങ്കിൽ അത് വളരെ ശക്തിയുള്ളതാണെന്നാണ്. വളരെ ഒരിക്കലും എന്തൊക്കെ ഗുണം അവിടെ ഉണ്ടെങ്കിലും ആ സ്ഥലം പാടില്ല എന്നാണ്. ഇങ്ങനെയുള്ള അതൊക്കെ കാണുകയാണെങ്കിൽ. വസ്ത്രമില്ലാത്തവൻ. ഭ്രാന്തൻ, മുടിയിൽ ജട പിടിച്ചവൻ, കോടാലി എന്തിയവൻ. ഒരു കോടാലിയായിട്ട് ഒരാൾ വരികയാണെങ്കിൽ. ആണും പെണ്ണും അല്ലാത്തവൻ, നപുംസകം ആയിട്ടുള്ള ആണും പെണ്ണും അല്ലാത്തവൻ. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ അത് അശുഭ നിമിത്തമാണ്. രണ്ട് പക്ഷികൾ പറഞ്ഞ് ഏതെങ്കിലും കമ്പിൽ അവിടെ കമ്പിലോ ഇങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ അത് നല്ലതല്ല. രണ്ട് മനുഷ്യർ നടന്നു വരികയോ, രണ്ട് മനുഷ്യർ വരുന്നു.
ഇണപ്പെട്ട നാൽക്കാലികൾ, പട്ടികൾ തമ്മിലോ പട്ടിയായിട്ടോ അല്ലെങ്കിൽ പശുവും കാളയായിട്ടോ ഒക്കെ ഇങ്ങനെ ഇണപ്പെട്ട് നിൽക്കുന്ന കാണുകയാണെങ്കിൽ അതും അശുഭ നിമിത്തമാണ്. ഇതൊക്കെയാണ് അശുഭ നിമിത്തങ്ങൾ, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന അശുഭ നിമിത്തങ്ങൾ. അത് മാറ്റുകയാണ്. ആർക്കും കണ്ണിന് വീണ്ടും കാണിക്കണമെങ്കിൽ പറയണം. ശാപവാക്കുകൾ, അത് ചെവിയോട് കേൾക്കുന്നതാണ്. ഇപ്പോൾ അടുത്ത വീട്ടിൽ അവിടെ ഭാര്യ ഭർത്താവുമായിട്ട് ആരെങ്കിലും തമ്മിൽ വഴക്ക് കൂടിയിട്ട് ഒരാൾ മറ്റേ നീ അടുത്ത ജന്മത്തിൽ പോലും നീ ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശപിക്കും. അടുത്ത ജന്മത്തിൽ പോലും ഗുണം പിടിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ശാപവാക്കുകൾ നമ്മുടെ ചെവി കേട്ട് കഴിഞ്ഞാൽ അതും ഒരു അശുഭ നിമിത്തമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് വരാം. ചെയ്യുന്ന എന്ത് ചെയ്യാന്നുള്ള വരാം. പിന്നെ വാക്കേറ്റം വല്ല ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുക. രണ്ടുപേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശക്തിയായിട്ട് വഴക്ക് കൂടുന്ന ശബ്ദം നമ്മുടെ ചെവി കേൾക്കുക. അത് ഈ പുരയിടത്തിനാകാം, അടുത്ത പുരയിടത്തിലാകാം, എവിടെയാകാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വഴിയിലാകാം, വഴക്ക് കൂടുന്ന ശബ്ദം കേൾക്കുക. അതും പിന്നെ നല്ലതല്ല. പാരുഷ്യം പൂണ്ട വാചകം, അത് വേണ്ടി തന്നെ വാക്കേറ്റം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. മറ്റേ വളരെ മോശമായിട്ടുള്ള വളരെ പിന്നെ വാക്കുകൾ ഉപയോഗിക്കാം. നമ്മൾ സാധാരണ ഒരു തെറിയെന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു നല്ല അല്ലാതെ മര്യാദ ഇല്ലാത്ത വാക്കുകളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരിക. പാരുഷ്യം പൂണ്ട വാചകം, ദേഷ്യത്തിലുള്ള ആരെങ്കിലും ദേഷ്യപ്പെടുന്ന ശബ്ദം, അതൊക്കെ പാരുഷ്യം പൂണ്ട വാചകത്തിൽ വരും. കരച്ചിൽ, ആരുടെങ്കിലും കരച്ചിൽ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കരച്ചിലാണ് കേൾക്കുന്നതെങ്കിൽ അവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പിന്നെ നല്ലതല്ലെന്നാണ്. ആരുടെ കരച്ചിൽ നല്ലതല്ല, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ആ സമയത്ത് കേട്ടാൽ. തേങ്ങൽ എന്നിവ കേൾക്കുക, ഇതെല്ലാം അശുഭ നിമിത്തങ്ങളാണ്. അകാരണമായി മരക്കൊമ്പുകൾ പൊട്ടി താഴെ വീഴുക. അടുത്ത് മരത്തിൽ നിന്ന് കാണുക ഏതെങ്കിലും കൊമ്പ് പോലും, പ്രത്യേകിച്ച് ആരും അവിടെ വലിയ കാറ്റോ അങ്ങനെയൊന്നും ഇല്ല, പെട്ടെന്നൊരു കൊമ്പ് പൊട്ടിഞ്ഞ് താഴെ വീഴുന്നു. അത് ഒരു അശുഭമായ നിമിത്തമാണ്. നാലുപാടും കൊടും തീയിലാണ്, പെട്ടെന്ന് തീ പിടിക്കുക. തൊട്ടടുത്ത നമ്മൾ നാലുപാടുകളുടെ ഏതെങ്കിലും ഭാഗത്തോ അല്ലെങ്കിൽ ചുറ്റുമോ ഒക്കെ എന്തെങ്കിലുമൊക്കെ തീ പിടിക്കുന്ന കാണുക. അതൊക്കെ വളരെ ഗൗരവമായിട്ടുള്ളതാണ്, വളരെ ശ്രദ്ധിക്കേണ്ട, എപ്പോഴും വരുന്ന കാര്യങ്ങളല്ല. നാലുപാടും തീ എരിഞ്ഞ് കെടുക, ഭൂകമ്പം ഉണ്ടാകുക, ആ സമയത്ത് വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു. അതുമൊക്കെ വളരെ അങ്ങനെ അറ്റത്തെ ദോഷമായിട്ടുള്ളതാണ്. അത്യുഗ്രമായ കാറ്റ് വീശുക, നേരത്തെ പറഞ്ഞാണ്. ശാലയുടെ വാതിൽ തനിയെ അടയുകയും തുറക്കുകയും ചെയ്യുക, നല്ല ശബ്ദം ഉണ്ടായിക്കൊണ്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക. കാക്കയും കുയിലും കീരിയും പാമ്പും വിത്തുകാളകളും തമ്മിൽ പൊരുതുക. ഇതിൽ കാക്കയും കുയിലുമായിട്ട് പൊരുതാം, കീരിയും പാമ്പുമായിട്ടാകാം, അല്ലെങ്കിൽ കാളകൾ തമ്മിൽ ആകാം. ഇതെല്ലാം തമ്മിൽ പൊരുതുന്ന കാണുക. ഇതൊക്കെ അശുഭ സൂചകങ്ങളാണ്. വാസ്തു മുഹൂർത്ത സമയത്താണ്. ഒരു സെക്കൻഡ്. വാസ്തുമുഹൂർത്തം എന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതിലോട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ലാൽ ഉണ്ടോ? ലാൽ, ഒരു സെക്കൻഡ്. അതിനടുത്ത് വാസ്തു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ കുറച്ച് മനസ്സിലാക്കാനുള്ളതാണ്. അതിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് വാസ്തു മുഹൂർത്തം. അത് വാസ്തുശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഇതൊക്കെ പ്രധാനപ്പെട്ട അല്ലെന്നല്ല, പക്ഷെ വാസ്തു മുഹൂർത്തം കുറച്ചുകൂടി ഉള്ളു. അപ്പോൾ ഒരു കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞത് അടുത്ത ക്ലാസ്സിൽ പുതിയ ആൾക്കാർ വരാനുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇന്ന് കുറച്ച് നേരത്തെ, ഇന്ന് 9:15 ആയുള്ളൂ. നമ്മൾ സാധാരണ 9:30 വരെയാണ്. നമുക്ക് ഇപ്പൊ സംശയം ഉള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം.
അത് കഴിഞ്ഞിട്ട് ഇന്ന് ഒരു 15 മിനിറ്റ് നേരത്തെ നമ്മൾ ക്ലാസ് നിർത്തുന്നത് ഈ പുതിയ വരികയാണെങ്കിൽ അവർക്കും കൂടി ഈ വാസ്തു മുഹൂർത്തം എടുക്കുന്ന പ്രയോജനപ്പെട്ട് അടുത്ത ക്ലാസ് നമ്മൾ വാസ്തു മുഹൂർത്തം പോലെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ക്ലാസ്സും 9:30 വരെ കാണും. 9:30 വരെ 8 to 9:30 എല്ലാ ക്ലാസ്സും കാണും. 9:30 കഴിഞ്ഞിട്ട് നമുക്കൊരു 4-5 മിനിറ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കൂടുതലുണ്ടെങ്കിൽ അല്പം കൂടുതലായിരിക്കും, ക്വസ്റ്റ്യൻ കുറവാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇല്ലെന്നും പറയാം. 9:30 തന്നെ ക്ലാസ്സൊക്കെ തീരും. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ പിന്നെ ആ ഒരു ഭാഗം, അതായത് വാസ്തു മുഹൂർത്തം എന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനി ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ഉക്കുന്നത് നല്ലതാണോ? അത് നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് അത് വരുന്നില്ല, കാണിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശരിക്കും നമ്മൾ വേറെ ചില കാര്യങ്ങൾക്കൊക്കെ ഇത് പറയുന്നുണ്ട്. പക്ഷെ വാസ്തുപരമായ കാര്യങ്ങൾക്ക് ആ ഉപ്പൻ തന്നെ ഉദ്ദേശിച്ചത്. അതെ അതെ അതെ, ഉപ്പന്റെ ശബ്ദം അത് ചിലതിനകത്തൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് വാസ്തു മുഹൂർത്തത്തിൽ പറയുന്നില്ല. മറ്റെന്തെങ്കിലും കേട്ടില്ല. ഉപ്പന്റെ കാര്യം ചോദിക്കാൻ എന്താണ് ഉപ്പൻ ചോദിച്ചാൽ ആളോട് ചോദിച്ചതാ. ഉപ്പന്റെ കാര്യം ചോദിക്കാൻ എന്താണ് കാരണം വാസ്തുവിന്റെ ക്ലാസ്സിൽ? എന്തെങ്കിലും കാരണമുണ്ടോ ചോദിച്ചാള്? ഇല്ല, അത് യാത്ര പോകുമ്പോ ഉക്കുന്നത് വലത്ത് സൈഡിലാണ് കാര്യം സാധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. അല്ല, ഇതിനകത്ത് ഉപ്പന്റെ കാര്യം പറയുന്നില്ല. ഇതിനകത്ത് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ഈ പറഞ്ഞതിനകത്ത് വരുന്നുണ്ട്, നിമിത്തങ്ങളിൽ. ഇത് പിന്നെ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമല്ല, ജനറലായിട്ട് എന്തെങ്കിലും വാസ്തുവുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. നിങ്ങൾ സാധനം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ കാണാൻ നമ്മൾ ദിവസവും കാണുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ വീടുകൾ, നമ്മുടെ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെയൊക്കെ വീടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾ നോക്കണം, എന്തെങ്കിലുമൊക്കെ നോക്കി. അപ്പോൾ അതിങ്ങനെ ആകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ വരുമ്പോൾ നല്ലതായിരിക്കും. ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ക്ലാസ്സിൻ്റെ അവസാനം ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കുക, ആ സംശയങ്ങളെ ദൂരീകരിക്കുക ചെയ്യുമ്പോഴത്തേക്ക് അത് എല്ലാവർക്കും ഗുണകരമാകും. മാത്രമല്ല ക്ലാസ്സിനും ഒരു നല്ല ഇതാവും. സാറേ, ഈ തെക്ക് വശത്ത് ടോയ്ലറ്റ് കൊടുക്കുന്നത് നല്ലതാണോ? കേട്ടില്ല. വീടിന്റെ തെക്ക് ഭാഗത്ത് ടോയ്ലറ്റ് കൊടുക്കുന്നത് നല്ലതാണോ? തെക്കിന്റെ മധ്യഭാഗത്താണ്. അതായത് തെക്ക് വശത്തെ നീളത്തെ 3ആയിട്ട് തിരിക്കണം. തെക്ക് വശത്തെ വീടിന്റെ തെക്ക് വശത്തുള്ള നീളത്തെ 3ആയിട്ട് തിരിക്കുമ്പം ആ മധ്യത്തിലുള്ള 3-1 ടോയ്ലറ്റ് വന്നാൽ അത് ദോഷമില്ല. കിഴക്ക് വശത്തുള്ള 3-1 തെക്ക് കിഴക്കാണ്. പടിഞ്ഞാറ് വശത്തുള്ള 3-1 തെക്ക് പടിഞ്ഞാറ്, കന്നിയാണ്. അവിടെ രണ്ടും ടോയ്ലറ്റ് വരാൻ പാടില്ല. മധ്യത്തിലുള്ള 3-1 ടോയ്ലറ്റ് വരാം തെക്കിന്റെ. സാർ, അന്നേരം മധ്യസൂത്രം കടന്നു പോയാൽ അത് ദോഷമില്ലയോ? അത് മധ്യസൂത്രം വരുമ്പോൾ അത് പലർക്കും സംശയം വരുന്ന ഒരു പോയിന്റാണ്. അത് നമ്മൾ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യോ. ഇവിടെ മധ്യസൂത്രം കടന്നു പോകാതെ ചെയ്യാൻ പറ്റും. മധ്യത്തിൽ കൂടെ തന്നെ മധ്യസൂത്രത്തിൽ കൂടെ കടന്നു പോകാതെ, അല്ല, ടോയ്ലറ്റ് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ ടോയ്ലറ്റിൽ കൂടെ കടന്നു പോകാതെ മധ്യസൂത്രം കൊണ്ടുപോകാൻ പറ്റും. സാറേ, മറ്റേ മുത്തുസ്വാമി സാറ് അന്ന് ഞങ്ങളോട് പറഞ്ഞത് തെക്ക് വശത്ത് ടോയ്ലറ്റ് കൊടുക്കരുത്, സൂര്യന്റെയും ചന്ദ്രന്റെയും ക്ഷേത്രമാണ്, അവിടെ ഒരിക്കലും പിന്നെ ടോയ്ലറ്റ് കൊടുക്കരുതെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. മനുഷ്യാലയ ചന്ദ്രികയിലും അതുപോലെ തന്നെ പൗരാണിക ഗ്രന്ഥങ്ങളിലെല്ലാം നമ്മുടെ കേരളത്തിൽ വരുന്നതെല്ലാം തെക്കിന്റെ മധ്യമാണ് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് പറഞ്ഞത് ടോയ്ലറ്റിന്. രണ്ടാമത് പടിഞ്ഞാറിന്റെ, തെക്കിന്റെ മധ്യം പടിഞ്ഞാറിന്റെ മധ്യം, ഇത് രണ്ടുമാണ് ടോയ്ലറ്റിന് കാര്യമായ ടോയ്ലറ്റ് എവിടെ വന്നാലും ഗുണമില്ല. നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇപ്പൊ എല്ലാവരും നമ്മുടെ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ്. പണ്ട് കാലത്ത് ഈ അറ്റാച്ച്ഡ് ടോയ്ലറ്റിന് കാര്യമില്ല, വളരെ ദൂരെ പോയിട്ടാണ് ടോയ്ലറ്റിൽ പോകുന്നത്. ഈ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എവിടെ വന്നാലും അതുകൊണ്ട് ഗുണം എന്ന് പറയാൻ ഒക്കില്ല, ദോഷത്തിൽ കുറവ്. തമ്മിൽ ഭേദം തമ്മിൽ എന്ന് പറയുന്ന പോലെ ദോഷം ഉള്ളതിൽ ഏറ്റവും കുറവ് എവിടെ ദോഷമുണ്ട്, എവിടെയായാലും ദോഷമാണ്. വീടിന്റെ അവിടെ അറ്റാച്ച്ഡ് ആയിട്ട് ടോയ്ലറ്റ്, അല്ലെങ്കിൽ വീടിനോട് അറ്റാച്ച്ഡ് അല്ല വെളിയിറങ്ങി പോകേണ്ടില്ല, അതൊന്നും നടപ്പില്ല. ഇപ്പൊ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒരു സൗകര്യമല്ല, ഒരു ആവശ്യമാണ് വീടുകൾക്ക്. അപ്പൊ അതുകൊണ്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് തെക്കിന്റെ മധ്യഭാഗത്ത്, തെക്കിന്റെ നീളത്തിനെ ഇപ്പൊ തെക്ക് 900 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ 300 നിർത്താം. മധ്യത്തിലുള്ള 300 ടോയ്ലറ്റ് വരികയാണെങ്കിൽ ആ സ്ഥാനദോഷമില്ല. പിന്നെ മധ്യസൂത്രമൊക്കെ അതിന് വേറെ ഉണ്ട്, അതിൽ നമ്മൾ മധ്യസൂത്രമൊക്കെ ക്ലാസ്സിൽ എടുക്കും. അപ്പോഴും പറയുന്നത് തെക്കിന്റെ മധ്യത്തിൽ ഫസ്റ്റ് ടോയ്ലറ്റിനായിട്ട് ഉള്ള ഫസ്റ്റ് ചോയ്സ് അവിടെയാണ്.
സെക്കൻഡ് ചോയ്സ് ആണ് പടിഞ്ഞാറിന്റെ മദ്യം. പിന്നെ ചോയ്സ് ഉണ്ട്, അതിലേക്ക് വരാൻ നോക്കും. വടക്ക് വശത്താണോ മദ്യത്താണോ അതോ മദ്യം കഴിഞ്ഞ് പിന്നെ പടിഞ്ഞാട്ട് മാറുന്നതാണോ നല്ലത്? വടക്ക് വശത്ത് മധ്യത്തിൽ വരാൻ പാടില്ല. കാരണം വടക്ക് വശത്തിന്റെ മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ, അതേസമയം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരാണ്. മാനസാര എന്നൊരു ഗ്രന്ഥമുണ്ട്, പൗരാണിക ഗ്രന്ഥമാണ്. വളരെ പേരുകേട്ട അതിവിശിഷ്ടമായ ഒരു പൗരാണിക ഗ്രന്ഥമാണ് മാനസാര. കർണാടകയിലും തെലുങ്കാന, ആന്ധ്രാപ്രദേശിലൊക്കെ ഈ കൂടുതൽ പേരും ഫോളോ ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് മാനസാര. മാനസാരയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, 4 വശങ്ങളുടെയും മധ്യത്തിൽ ടോയ്ലറ്റ് ആകാമെന്ന്. അത് മാനസാര മാത്രമേ അങ്ങനെ പറയുന്നുള്ളൂ. അത് കിഴക്കിന്റെ മദ്യം, തെക്കിന്റെ മദ്യം, പടിഞ്ഞാറിന്റെ മദ്യം, വടക്കിന്റെ മദ്യം, ഈ 4 വശത്തിന്റെയും മധ്യത്തിൽ ടോയ്ലറ്റ് ആകാമെന്ന് മാനസാര പറയുന്നുണ്ട്. അതേസമയം ബൃഹത്സംഹിത പറയുന്നുണ്ട്, വടക്കിന്റെ മധ്യത്ത് ടോയ്ലറ്റ് വന്നാൽ സാമ്പത്തികമായ കുഴപ്പം വരുന്നതാണ്. കാരണം വടക്കിന്റെ മധ്യം എന്ന് പറഞ്ഞാൽ കുബേരന്റെ സ്ഥലമായിട്ടാണ് വെച്ചേക്കുന്നത്. അതിലേക്ക് അത് പഠിക്കും നമ്മൾ. ആ കുബേരന്റെ സ്ഥലമായ വടക്കിന്റെ മധ്യത്ത് ടോയ്ലറ്റ് വന്നാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ബൃഹത്സംഹിതയില്. കിഴക്കിന്റെ മധ്യത്തിൽ ടോയ്ലറ്റ് വന്നാൽ അതും പറയുന്നുണ്ട്. കിഴക്കിന്റെ മധ്യം എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ സ്ഥലമാണ്. അഷ്ടദിക്പാലകരിലെ ദേവേന്ദ്രനിലെ ഇന്ദ്രന്റെ സ്ഥലമാണ് കിഴക്കിന്റെ മധ്യം. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെ, ദേവന്മാരുടെ നാഥനാണ്, ദേവന്മാരുടെ രാജാവാണ്. അപ്പൊ ദേവന്മാരുടെ രാജാവായ നേതാവായ ദേവേന്ദ്രന്റെ സ്ഥലമായ കിഴക്കിന്റെ മധ്യത്ത് ടോയ്ലറ്റ് വരികയാണെങ്കിൽ അത് ഈശ്വരകോപത്തിന് കാരണമാകുന്നു, ദൈവാധീനത്തിൽ കുറവുണ്ടാകും. അപ്പൊ അത് രണ്ടും, വടക്കിന്റെ മധ്യവും കിഴക്കിന്റെ മധ്യവും നല്ലതല്ല. പിന്നെ പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, ഈ തെക്കിന്റെ മധ്യവും പടിഞ്ഞാറിന്റെ മധ്യവും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നാമതൊരു ചോയ്സ് വേണമെന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറാകാം. പക്ഷെ വടക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് ടോയ്ലറ്റ് വരാൻ പാടില്ല. മൂലയ്ക്ക് ഒരു ഡ്രസ്സിംഗ് റൂം വെച്ചിട്ട് അത് തൊട്ട് മാറി ടോയ്ലറ്റ് ആകാമെന്ന് പറയുന്നുണ്ട്. അത് വരും. നമ്മൾ ഈ സ്ഥാനദോഷം, ശുഭ അശുഭ സ്ഥാനങ്ങൾ എന്നുള്ള ആ ചാപ്റ്റർ അതെല്ലാം വരും. പക്ഷെ അത് സംശയം ചോദിക്കാം. ക്ലിയറായോ? ചോദിച്ച് ക്ലിയർ ആയി. അന്ന് ഏറ്റവും നല്ലത് പടിഞ്ഞാറ് വശത്ത് കൊടുക്കുന്നതല്ലേ നല്ലത് സർ? ഏറ്റവും നല്ലത് തെക്കിന്റെ മധ്യം എന്നാണ് ഫസ്റ്റ് ചോയ്സ്. അതായത് നമ്മള് പിന്നെ ഇതുണ്ട്, അതായത് വാസ്തു, ഒരു വേറെ ചാപ്റ്റർ ഉണ്ട്, പിന്നെ വാസ്തു മൂല്യനിർണ്ണയം എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങളുടെ ബേസിക് ഡിപ്ലോമ കോഴ്സ് ഇല്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ വാസ്തു മൂല്യനിർണ്ണയം എന്ന് പറഞ്ഞിട്ട് വാസ്തു മൂല്യങ്ങളുണ്ട്. അത് ഏറ്റവും കൂടുതൽ വാസ്തുമൂല്യം കിട്ടുന്ന, ടോയ്ലറ്റിന് വാസ്തുമൂല്യം തെക്കിന്റെ മധ്യത്തിൽ 8ആണ്, പടിഞ്ഞാറിന്റെ മധ്യത്തിൽ 7ആണ്. അപ്പൊ ഏറ്റവും ദോഷം കുറവ്. പിന്നെ എവിടെ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ടോയ്ലറ്റ് എവിടെ വന്നാലും അറ്റാച്ച് ടോയ്ലറ്റ് നല്ലതല്ല. തെക്കിന്റെ മധ്യത്താണ് ദോഷം ഏറ്റവും കുറവ്. അത് കഴിഞ്ഞാൽ പിന്നെ പടിഞ്ഞാറിന്റെ മധ്യം, രണ്ടും കഴിഞ്ഞാൽ പിന്നെ വടക്ക് പടിഞ്ഞാറാകാം. പക്ഷെ മൂല്യം അല്പം മാറ്റി വേണം. അപ്പൊ ഈ പിന്നെ തെക്കിന്റെ മധ്യത്തിനാണ് ഫസ്റ്റ് ചോയ്സ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത് മനുഷ്യാലയത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പല ഗ്രന്ഥങ്ങളിലും തെക്കിന്റെ മധ്യത്തിൽ ടോയ്ലറ്റ് ആകാമെന്ന് പറയുന്നുണ്ട്. ഇത് അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ടെസ്റ്റ് വെച്ചാണോ അതോ അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. ധർമ്മരാജൻ സാറിന്റെ സ്വന്തം അഭിപ്രായത്തിൽ പറഞ്ഞാണോ വേറെ ഏതെങ്കിലും ഇതുപോലെ എനിക്കറിയില്ല. പക്ഷെ ഞാൻ 4 ബുക്കാണ് ഫോളോ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് മനുഷ്യാലയേന്ദ്രിയ, പിന്നെ മയമതം, മാനസാര, ബൃഹത്സംഹിത, ഈ 4 ഗ്രന്ഥങ്ങൾ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ 4 ഗ്രന്ഥങ്ങളിലും തെക്കിന്റെ മധ്യത്തിൽ ടോയ്ലറ്റ് ആകാമെന്ന് പറയുന്നുണ്ട്. മനുഷ്യാലയത്തിലെ പറയുന്നുണ്ട്, ബൃഹത്സംഹിതയെ പറയുന്നുണ്ട്, പിന്നെ അതായത് മയമതത്തിലും മാനസാരയിലും പറയുന്നുണ്ട്. അത് പിന്നെ 3-1 എടുത്തിട്ട് മദ്യം അങ്ങനെയല്ലേ എടുക്കുന്നത്? മൂന്നായിട്ട് ഭാഗിച്ചിട്ട് മധ്യത്തിലുള്ള 1/3 ഭാഗമാണ് തെക്കിന്റെ മധ്യ, തെക്ക് വശം ശരിക്കും പറയാം, തെക്കിന്റെ മധ്യം. പടിഞ്ഞാറ് വശവും സെയിം തന്നെ, 3-1. പടിഞ്ഞാറ് വശം ആകെ നീളത്തെ 3ആയിട്ട് ഭാഗിക്കണം. പടിഞ്ഞാറ് വശത്തുള്ള ആകെ നീളത്തെ 3ആയിട്ട് ഭാഗിക്കുമ്പോൾ മധ്യത്തിൽ വരുന്ന 1/3 ടോയ്ലറ്റ് വരാമെന്നാണ്. അതാണ് സെക്കൻഡ് ചോയ്സ്. ഫസ്റ്റ് ചോയ്സും തെക്കിന്റെ മധ്യം. ആ മധ്യത്ത് 2 എണ്ണം വരുന്നതുകൊണ്ട് ദോഷമുണ്ടോ? അടുപ്പിച്ച് 2 ടോയ്ലറ്റ് വരാം. 2 കൂടെ അതിനകത്ത് തന്നെ നിൽക്കണമെന്നേ ഉള്ളൂ. 3/1 നിൽക്കണം. 3/1 നിൽക്കണം. മിസ്റ്റർ രാംദാസ് പഠിച്ചിട്ടുണ്ടോ? ഹലോ, കേട്ടില്ല. മിസ്റ്റർ രാംദാസ് പഠിച്ചിട്ടുണ്ടോ വാസ്തു? ഞാൻ വാസ്തു പഠിച്ച കാണിപ്പേര് സാറിന്റെ അടുത്തുമൊക്കെ. ഓ, അതാണ് ഇങ്ങനത്തെ ചോദ്യം വരുന്നത്. ഓക്കെ. നമസ്കാരം. ചോദിച്ചോളൂ. ദിവിൻദാസ് ആണോ പേരൊന്ന് പറഞ്ഞു? ദിവിൻദാസ് എന്നാണ് പേര്. നമസ്കാരം. പറഞ്ഞു ഇപ്പൊ ഇതിന് നമുക്ക് ഇപ്പൊ വടക്കുവശത്ത് വരുന്നതാണെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും മാറ്റുവാനായിട്ടുള്ള ഒന്നുകിൽ അത് മാറ്റുക, അല്ലെങ്കിൽ അതിന്റെ പരിഹാരമുണ്ട്. മിക്കവാറും
പിന്നെ എല്ലാ ദോഷങ്ങൾക്കും പരിഹാരങ്ങൾ പറയുന്നുണ്ട്, വളരെ എഫക്റ്റീവായിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. പക്ഷെ അതിപ്പോൾ നമുക്ക് നമ്മൾ വാസ്തുദോഷ പരിഹാരങ്ങൾ എന്നുള്ള ചാപ്റ്റർ നമ്മൾ അതെല്ലാം പഠിക്കും. ശരി ശരി ശരി. പിന്നെ സാറേ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഇതില് ഈ ഡിഗ്രി അനുസരിച്ചിട്ട് നമ്മൾ നോക്കുന്നുണ്ടോ? അപ്പൊ അതും വാസ്തുവിന്റെ ഇതിൽ തന്നെ വരുന്നതാണോ? ഇപ്പൊ ഓരോരോ ദിശാദോഷം എന്ന് പറയുന്നതാണ്. ചരിവുണ്ടെങ്കിൽ കറക്റ്റ് ദിശയിൽ നിന്ന് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറിനുള്ള 4 ദിശകളിൽ നിന്നും വീടിന് ചരിവുണ്ടെങ്കിൽ അതിനാണ് ദിശാദോഷമുള്ള വീടെന്ന് പറയും. ആ ദിശാദോഷത്തിനുള്ള പിന്നെ കറക്ഷനും അതെല്ലാം വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. സാറേ, പൂജാമുറി ഈശാന കോണി കൊടുക്കുന്നില്ലേ ഏറ്റവും ഉത്തമം? ഏറ്റവും നല്ലത് ഈശാനമൂലയാണ്. കന്യാമൂല കൊടുക്കരുതെന്ന് പറയുന്നത് ശരിയല്ലേ? അല്ല, കന്നിമൂലയിലും ആകാവുന്നതാണ്. ഫസ്റ്റ് ചോയ്സ് ഈശാനമൂല, സെക്കൻഡ് ചോയ്സ് കന്നിമൂല, പിന്നെ അത് കഴിഞ്ഞ് കിഴക്കിന്റെ മധ്യം അല്ലെങ്കിൽ പടിഞ്ഞാറിന്റെ മധ്യം. ഈ 4, അതായത് ഉത്തമം, മധ്യം. ഉത്തമമായിട്ടുള്ളത് അത്യുത്തമം എന്ന് പറയുന്ന വടക്ക് കിഴക്ക്, ഉത്തമം എന്ന് പറഞ്ഞ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല, പിന്നെ മധ്യം എന്ന് പറയുന്ന കിഴക്കിന്റെ മധ്യം അല്ലെങ്കിൽ പടിഞ്ഞാറിന്റെ മധ്യം. ബാക്കി എല്ലായിടത്തും അധമമാണ്. ഉത്തമത്തിലും മധ്യമത്തിലും വന്നു കഴിഞ്ഞാൽ കറക്ഷൻ പരിഹാരം വേണ്ട. അധമത്തിലായാൽ ഒന്നുകിൽ മാറ്റുകയോ അല്ലെങ്കിൽ പരിഹാരം ചെയ്യുകയോ വേണമെന്നാണ്. അഗ്നികോണിൽ വെക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടോ? അഗ്നികോണില് അഗ്നികോണിലും നല്ലതല്ല. ഏതിന്റെ കാര്യം ചോദിച്ചേ? ടോയ്ലറ്റില്ലേ? അല്ല, പിന്നെ ടോയ്ലറ്റ് അല്ല, പൂജാമുറി. പൂജാമുറി ഏറ്റവും മോശം അഗ്നിമൂലയിലാണ്. പൂജാമുറി ഒരിക്കലും അഗ്നിമൂല പാടില്ല. സ്റ്റെയർ കേസിന്റെ താഴെയും അഗ്നിമൂലയിലും പൂജാമുറി യാതൊരു കാരണവശാലും പാടില്ല. തെക്ക് കിഴക്കുള്ള അഗ്നിമൂല പറഞ്ഞാൽ തെക്ക് കിഴക്കാണ്. തെക്ക് കിഴക്കുള്ള പൂജാമുറി ഉണ്ടെങ്കിൽ അങ്ങനെ പൂജാമുറി ഇല്ലാതിരിക്കുന്നതാണ് തെക്ക് കിഴക്ക് പൂജാമുറി വരുന്നതിനേക്കാൾ നല്ലത്. പൂജാമുറി നല്ലതാണ്, പക്ഷെ പൂജാമുറിയുടെ ഉള്ള ഗുണത്തേക്കാൾ തെക്ക് കിഴക്കുള്ള പൂജാമുറിക്ക് അതിന്റെ ദോഷം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്നുകിൽ തെക്ക് കിഴക്ക് മാറ്റി ശരിയായ സ്ഥാനത്ത് വെക്കുക, അല്ലെങ്കിൽ പൂജാമുറി വേണ്ടെന്ന് വെക്കുക. എന്നാലും തെക്ക് കിഴക്ക് പൂജാമുറി വെക്കാൻ പാടില്ല. കിഴക്ക് വേണമെങ്കിൽ ആകാം. കിഴക്കിന്റെ മധ്യവും പടിഞ്ഞാറിന്റെ മധ്യവും പൂജാമുറിക്ക് മധ്യമമാണ്. നല്ല മധ്യമാണ്, പക്ഷെ പരിഹാരം വേണ്ട, അവിടെ ആകാം. വടക്കിന്റെ മധ്യത്ത് കൊടുക്കുമോ? വടക്കിന്റെ മധ്യത്ത് പൂജാമുറി കൊടുക്കാവോ? വടക്കിന്റെ മധ്യത്തും പൂജാമുറി പറയുന്നില്ല. കിഴക്ക് ഈ 4 സ്ഥലം, അതായത് വടക്ക് കിഴക്ക് അത്യുത്തമം, തെക്ക് പടിഞ്ഞാറ് ഉത്തമം, കിഴക്കിന്റെ മധ്യവും പടിഞ്ഞാറിന്റെ മധ്യവും മധ്യമം. ബാക്കി എവിടെ വന്നാലും അധമമാണ്. ഒരാള് വടക്ക് മധ്യത്ത് കൊടുത്ത അദ്ദേഹം കാണിപ്പയ്യർ സാറിന്റെ അടുത്ത് പണ്ടില്ലേ ആറന്മുള പഠിച്ച ഒരാളാണ്. പിന്നെ സാർ, ഹലോ. പറയൂ. ഈ പൂജാമുറിക്ക് പകരം ഈ ഷെൽഫിന്റെ അകത്ത് വിളക്ക് വെച്ച് ശരിയാണോ? കേട്ടില്ല. പൂജാമുറിക്ക് പകരം ചെറിയ ഷെൽഫ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ അത് ആകുമ്പോൾ നമുക്ക് ഈ ഡ്രോയിങ് മുറിയുടെ വടക്ക് കിഴക്കോ തെക്കോ പടിഞ്ഞാറോ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഡ്രോയിങ് മുറിക്കകത്ത്. പക്ഷെ അത് പിന്നെ ഈ പൂജാമുറിയോ തെറ്റായ സ്ഥാനത്ത് വെക്കുന്ന അത്രയും ദോഷമില്ല. ഈ അലമാരയായിട്ട് ചെയ്തിട്ട് അത് വെക്കുന്നത്, അത് നമുക്ക് നമ്മുടെ സ്വീകരണ മുറിയിൽ, അതായത് ഡ്രോയിങ് റൂം അല്ലെങ്കിൽ ലിവിംഗ് റൂമിൽ ഒന്നുകിൽ വടക്ക് കിഴക്കോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറോ ആയിട്ട് വെക്കാം. മറ്റെന്തെങ്കിലും സാറേ, ഈ ഗേറ്റിന്റെ സ്ഥാനം വടക്കോട്ട് ദർശനമുള്ള ഗേറ്റിന്റെ 9 ഡിവൈഡ് ചെയ്ത് 4 തൊട്ട് 6 വരെ നിൽക്കുന്നിടത്താണോ കൊടുക്കേണ്ടത്? അല്ലല്ല, അത് വരാം. നമ്മൾ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ചോദിച്ചോണ്ട് പറയാം. കാരണം അതൊക്കെ ഇനി വരുന്നുണ്ട്, ശുഭാശുഭ സ്ഥാനങ്ങളൊക്കെ ഗേറ്റിന്റെ ഒക്കെ വരുന്നുണ്ട്. അത് വടക്ക് വശത്താണെങ്കിൽ ഏത് വശത്തായാലും 9 ഭാഗിച്ചാൽ 4ാമത്തെ സ്ഥാനം ക്ലോക്ക് വൈസ് പ്രദക്ഷിണ ദിശയിൽ 4ാമത്തെ സ്ഥാനമാണ് ഗേറ്റിന് ഏറ്റവും നല്ലത്. 4ാമത്തെ സ്ഥാനം മാത്രം കൊണ്ട് തികഞ്ഞില്ലെങ്കിൽ 3ഉം 4ഉം എടുക്കാം. കിഴക്കും പടിഞ്ഞാറും വടക്കും. തെക്ക് വശത്താണെങ്കിൽ അങ്ങനെ എടുക്കാൻ പാടില്ല. 4ഉം 6ഉം വേണം എടുക്കാൻ. 4ഉം 6ഉം എടുത്തിട്ട് 4ലും 6ലും തൂട് വരണം, 4ഉം 5ഉം 6ലും ഗേറ്റ് വരണം. അങ്ങനെ വേണം ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം ഗേറ്റിന്റെ ഇത് വരാം. വടക്ക് ദർശനമുള്ളതിന് പടിഞ്ഞാറ് നിന്നുകൊണ്ട് കിഴക്കോട്ടല്ലയോ അളക്കേണ്ടത്? വടക്ക് ദർശനം എന്ന് കഴിഞ്ഞാല് വടക്ക് ദർശനം എന്ന് പറയുന്നത് ദർശനം വടക്കോട്ടാകുമ്പോൾ വീട് തെക്കിനെയായിട്ട് വരും. വീട് തെക്കോട്ട് മാറിക്കും വടക്കോട്ട് ദർശനം. അപ്പൊ അതിന്റെ മുൻവശത്ത് ഗേറ്റ് വരുമ്പോൾ നമ്മൾ പിന്നെ എല്ലാം ക്ലോക്ക് വൈസ് വേണം. അതായത് വടക്ക് പടിഞ്ഞാറെന്ന് വടക്ക് കിഴക്കോട്ട് എണ്ണണം. 9 എന്നുള്ളത് 1 2 3 എണ്ണുന്ന 9 ഭാഗിച്ചിട്ട് വടക്ക് പടിഞ്ഞാറെന്ന് വടക്ക് കിഴക്കോട്ട് എണ്ണണം. അങ്ങനെ 4ാമത്തെ സ്ഥാനമാണ് ഏറ്റവും നല്ലത്. 4ാമത്തെ സ്ഥാനം കൊണ്ട് തികഞ്ഞില്ലെങ്കിൽ 3ഉം 4ഉം കൂടി എടുക്കാം. 5ഉം 6ഉം എടുക്കരുത്. വടക്കിന്റെ ആണ് 5ഉം 6ഉം ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം പാടില്ല.
അത് പിന്നെ ശുക്രനും വ്യാഴവും കൂടെ വരുന്നില്ലേ? അത് എടുക്കാവല്ലോ എന്ന് ഒരു ബുക്ക് പറയുന്നുണ്ട്. ഏതൊക്കെ സ്ഥാനമാണ് പറഞ്ഞത്? ആദ്യത്തെ സൂര്യൻ, ചന്ദ്രൻ. അല്ല, ഗേറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞ 3, 4, 5. സ്ഥാനം 9 ഭാഗിച്ചതിൽ 3, 4 ആണോ പറഞ്ഞത്? അല്ല, 4, 5, 6 ആ ഒരു ബുക്കിനകത്ത് എഴുതിയേക്കുന്നത്. 4 നല്ലതാണ്. പിന്നെ മറ്റേ വേറെ ഒരു ഇതുണ്ട്, അതായത് നമ്മൾ ഫെങ്ഷിയുമായിട്ട് വേണ്ടിയിട്ട് അത് നമ്മളിവിടെ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഫെങ്ഷിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇന്റഗ്രേറ്റഡ് വാസ്തുപ്രകാരമുള്ള സാധനമുണ്ട്. അത് ഇപ്പം നമ്മൾ അതിലോട്ട് പോകണ്ട. ഭാരതീയ വാസ്തുശാസ്ത്ര പ്രകാരം ഏറ്റവും നല്ലത് ഏത് വശത്തായാലും 4 ഏറ്റവും നല്ലത്. 4 കൊണ്ട് മാത്രം തികഞ്ഞില്ലെങ്കിൽ കിഴക്കും പടിഞ്ഞാറും വടക്കും 3, 4 കൂടെ എടുക്കാം. തെക്ക് വശത്ത് 4, 6 തൂണും 4, 5, 6 കൂടെ ഗേറ്റ് എടുക്കാം. ഇതാണ് ഗേറ്റിന്റെ. ഇത് മാത്രമേ ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുള്ളൂ. ഈ ഗേറ്റ് മെയിൻ ഡോറിന് നേരെ നിൽക്കണമെന്നുണ്ടോ? മെയിൻ ഡോറിന് നേരെ, അതിന് ഉത്സംഗ പ്രവേശം എന്ന് പറയും. അത് നല്ലതല്ല. അതായത് പൂർണ്ണ പ്രവേശമാണ് ഏറ്റവും നല്ലത്. അതായത് ഗേറ്റിൽ നിന്ന് അകത്ത് കയറിയാൽ ഒരു സ്റ്റെപ്പെങ്കിലും വീടിനെ പ്രദക്ഷിണമായിട്ട് വെച്ചിട്ട് ഡോറിൽ കൂടെ അകത്ത് കയറുന്നതാണ് നല്ലത്. അതിനാണ് പൂർണ്ണ പ്രവേശം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും നല്ലത്. മെയിൻ ഡോറിന് നേരെ ഗേറ്റ് വരരുത്. നേരെ വരുന്ന ഉത്സംഗ പ്രവേശമാണ്. അതായത് പൈശാചിക ശക്തികൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഗേറ്റും ഡോറും നേരെ വരികയാണെങ്കിൽ പൈശാചിക ശക്തികൾക്ക് നമ്മുടെ വീടിനകത്ത് വരാൻ എളുപ്പമാണ്. ഒരടിയെങ്കിലും മാറ്റണം, അല്പമെങ്കിലും മാറിയിരിക്കണം. ഒരു സ്റ്റെപ്പിന്റെ അത് മാറണം. മറ്റെന്തെങ്കിലും അന്നേരം അതിൽ 2 ഗേറ്റ് ചിലർ കൊടുക്കുമല്ലോ, ചെറിയൊരു ഗേറ്റും ഒരു വലിയ ഗേറ്റും. അതും അതിന്റെ സ്ഥാനം പറഞ്ഞോളൂ. നമ്മൾ ഈ ശുഭാശുഭ സ്ഥാനങ്ങളിൽ പഠിക്കും. അത് മെയിൻ ഗേറ്റും പഠിക്കും. അതുപോലെ തന്നെ ചെറിയ ഗേറ്റ് പ്രത്യേകിച്ചുണ്ടെങ്കിൽ അതിന്റെ സ്ഥാനം പ്രത്യേകം പറയും. ചെറിയ ഗേറ്റ് പഠിപ്പുരയായിട്ട് കാണുന്നത് അതായിരിക്കാം. അല്ല, മെയിൻ ഗേറ്റിന്റെ സ്ഥാനം എവിടെയൊക്കെയാണ്, അതുകൂടാതെ ചെറിയ ഗേറ്റ് വയ്ക്കുകയാണെങ്കിൽ അതിന്റെ സ്ഥാനം എവിടെയൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഗേറ്റിന്റെ ഈ ശുഭാശുഭ സ്ഥാനങ്ങൾ പറയുമ്പോൾ അത് പഠിക്കും. ആ ചാപ്റ്ററിലുണ്ടോ? വേറെ എന്തെങ്കിലും? ഓക്കെ, അപ്പം വേറെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ് അവിടെ അറിയിക്കും. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇവിടെ ലാലുണ്ടോ അവിടെ? ലാലുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പം എല്ലാവർക്കും നമസ്കാരം. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. നമസ്തേ സർ. നമസ്തേ. ഓഫിയാണ്. താങ്ക്സ്. ഓക്കെ.